أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله مع الذين اتقوا والذين هم محسنون. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. ആദരണീയരായ ഉസ്താദുമാർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, സുഹൃത്തുക്കൾ, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ശൈഖുനൽ മർഹൂം കക്കിടിപ്പുറം ഉസ്താദ് അവറുകളുടെ അനുസ്മരണമായി വർഷം തോറും നമ്മുടെ ഈ സ്ഥാപനത്തിൽ പരിപാടികൾ നടക്കാറുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുസ്സലാം സാദി അവറുകൾ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രേരിപ്പിക്കാറുമുണ്ട്. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും ദീനിന് ഉപകരിക്കുന്ന, ആഖിറത്തിൽ ഫലം ചെയ്യുന്ന അമലുകളായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഇതൊരു ഇൽമ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ്. അല്ലാഹു തആല ആ നിലക്ക് അള്ളാഹു കബൂൽ ചെയ്ത ദീനിന് ഉപകരിക്കുന്ന ഒരു നല്ല ഉയർന്ന സ്ഥാപനമായി ഇതിനെ വളർത്തി ഉയർത്തി നിലനിർത്തി തരുമാറാകണം. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇൽമിനെ സംബന്ധിച്ച് ഒരിക്കൽ പാടുകയുണ്ടായി. അൽ ഇൽമു മഗ്റസു കുല്ലി ഫഖിരിൻ ഫഖ്തഖിർ واحذر يفوتك فخر ذاك المقرس واعلم بأن العلم ليس يناله من همه في مطعم أو ملبس. ഇൽമ് എന്ന് പറയുന്നത് എല്ലാ പവറുകളും എല്ലാ സ്ഥാനങ്ങളും ലഭിക്കുന്നതിൻ്റെ, അത് കൃഷി ചെയ്യുന്ന, നട്ട് മുളപ്പിക്കുന്ന വിഷയമാണ് ഇൽമ്. അതുകൊണ്ട് തന്നെ ഇൽമ് പഠിക്കുന്നവരും ഇൽമ് പഠിപ്പിക്കുന്നവരും അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആ സ്ഥാനത്തെ സംബന്ധിച്ച് ബോധമുള്ളവരാകണം, അഭിമാനം കൊള്ളണം. ഞാൻ ദീനിയായ ഇൽമ് പഠിക്കുന്ന മുതഅല്ലിമാണ് എന്ന നിലക്ക് അഭിമാനം കൊള്ളണം. واحذر يفوتك فخر ذاك المغرس. നീ ആ ഒരു ഉന്നതമായ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്ന രൂപത്തിൽ നിന്റെ സമയങ്ങൾ കളയാനോ നഷ്ടപ്പെടുത്താനോ പാടില്ല. അത് ശ്രദ്ധിക്കണം. വഅലം ബിഅന്ന العلم ليس يناله من همه في مطعم أو ملبس.
നീ അറിയണം, നീ ഉറപ്പിക്കണം. ബിഅന്നൽ ഇൽമ, നിശ്ചയമായും ശരിയായ ഇൽമ്, ലൈസ യനാലുഹു, അത് ലഭിക്കുകയില്ല, അത് എത്തിക്കുകയില്ല. മൻ ഹമ്മുഹു ഫീ മത്അമിൻ ഔ മൽബസി, അവൻ്റെ മനസ്സിൻ്റെ പ്രാമുഖ്യം, അവൻ്റെ മനസ്സിൻ്റെ വിഷയം അത് ഭക്ഷണവും വസ്ത്രവും ഒക്കെ ആണെങ്കിൽ അവൻ ഇൽമിനെ എത്തിക്കൂല. എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം വേണം, നല്ല ഡ്രസ്സ് വേണം, അങ്ങനെയുള്ള ചിന്തകൾക്കെല്ലാം പകരം ധാരാളം എനിക്ക് പഠിക്കണം, അറിയണം, മനസ്സിലാക്കണം എന്ന ചിന്തയിൽ മുഴുകണം ഇൽമുമായി ബന്ധപ്പെടുന്നവർ എന്ന് അർത്ഥം. അല്ലാതെ ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടക്കണം എന്നല്ല. അവൻ്റെ മനസ്സിലുള്ള പ്രശ്നം അത് നല്ല ഭക്ഷണം, നല്ല ഡ്രസ്സ്, അങ്ങനെ ഈ ഭൗതികമായ ലോകത്തുള്ള ഉയർച്ചകൾ ആയി പോകരുത്, സൗഖ്യങ്ങൾ ആയി പോകരുത്. സൗഖ്യം എന്ന് പറയുന്നത് മുഴുവനും ഇൽമ് ലഭിക്കുന്നതിൽ ആയിരിക്കണം. ഇല്ലാ അഖുൽ ഇൽമില്ലദീ യുഅനാ ബിഹി ഫി ഹാലതൈഹി ആരിയൻ ഔ മുക്തസി. അതേ സമയത്ത് ഒരാൾക്ക് വസ്ത്രമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, അതുപോലെ ഭക്ഷണം കഴിക്കാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ, ആവശ്യത്തിന് വേണം. അതേസമയം നമ്മുടെ ചിന്ത മുഴുവനും ഇൽമിൽ തന്നെയാകണം. ഫജ്അൽ ലിനഫ്സിക മിൻഹു ഹദ്ദൻ വാഫിറ വഹ്ജുർ ലഹു തീബർ റുഖാദി വഅബസി. നീ ഇൽമിന് തന്നെ സമയം കാണുകയും ആവശ്യത്തിന് മാത്രം ഭക്ഷണവും വസ്ത്രവുമെല്ലാം സ്വീകരിക്കുകയും ചെയ്തുകൊണ്ട് നന്നായി കിടന്ന് ഉറങ്ങണം എന്ന ചിന്തക്ക് പകരം ഉണർന്ന് പഠിക്കണം എന്ന ചിന്തയുണ്ടാകണം. ഫലഅല്ല യൗമൻ ഇൻ ഹദർത ബിമജ്ലിസി കുന്ത റഈസ വഫഖറ ദാക്കൽ മജ്ലിസി. പഠിക്കുന്ന കാലത്ത് നന്നായി അധ്വാനിച്ച് പഠിച്ചാൽ ഒരു കാലം വരുമ്പോൾ നീ ഒരു സദസ്സിൽ പങ്കെടുക്കുമ്പോൾ ആ സദസ്സിലെ ഏറ്റവും മുഖ്യ അതിഥി, ആ സദസ്സിലെ അധ്യക്ഷൻ, ആ സദസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നീയായി മാറും. അതിന് നീ പഠിക്കുന്ന കാലത്ത് പഠനത്തിൽ നന്നായി സമയം ചെലവഴിച്ച് ബാക്കിയുള്ളതെല്ലാം മനസ്സുകൊണ്ട് മാറ്റിവെച്ചുകൊണ്ട് നീ പഠിക്കണം എന്ന് ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പാടുകയുണ്ടായി. എൻ്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ഈ മഹത്തായ ഉപദേശം ജീവിതത്തിൽ പകർത്തി നമുക്ക് പഠനം തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയം എന്ന് കണ്ടുകൊണ്ട് നമ്മൾ ജീവിക്കണം എന്ന് ഈ സമയത്ത് പ്രത്യേകമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും, സർട്ടിഫിക്കറ്റ് വാങ്ങിയവർക്കും വാങ്ങാനുള്ളവർക്കും നേരത്തെ വാങ്ങിയവർക്കും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല നാഫിആയ ഇൽമ് വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ومن يذق الدنيا فإني طعمتها وسقى إلينا عذبها وعذابها فلم أرها إلا غرورا وباطلا كما لاح في ظهر الفلاة سرابها. മരുഭൂമിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, അതുപോലെ നല്ല നീളമുള്ള ഹൈവേയിലൂടെ, വളരെ വിശാലമായ, വളരെ അകലത്തിൽ കാണാൻ പറ്റുന്ന ഹൈവേയിലൂടെ ഉച്ചസമയത്ത് യാത്ര ചെയ്യുമ്പോൾ വളരെ അകലെ റോഡ് നിറയെ വെള്ളമുണ്ട് എന്ന് നമുക്ക് തോന്നും. വാസ്തവത്തിൽ അവിടെ വെള്ളം ഇല്ല, അത് മരീചികയാണ്, വെള്ളമുണ്ടെന്ന് തോന്നുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, ഇതുപോലെ ഞാൻ ദുനിയാവിനെ രുചിച്ചിട്ടുണ്ട്,
ഞാൻ അതിൻ്റെ വിഷമവും സന്തോഷവുമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഫലം ആറാഹ ഇല്ലാ ഗുറൂറൻ വബാതില കമാലാഹ ഫീ ലഗ്രിൽ ഫലാത്തി സറാബുഹാ. അതൊരു മരീചിക പോലെയാണ്, അതിന് യാഥാർത്ഥ്യമില്ല. അത് നമുക്ക് അനുഭവിക്കാൻ ഉള്ളതല്ല, അത് വെറും ഒരു യാത്രയിൽ അനുഭവിക്കാനുള്ളതാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ആഖിറത്തെ ആലോചിച്ചുകൊണ്ട് ഉഖ്റവിയായ ജീവിതം നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ മുഴുകണം. അതിനാവശ്യമായ അറിവുകൾ നേടാൻ വേണ്ടി ശ്രമിക്കണം. എൻ്റെ സദസ്സ് ബഹുഭൂരിപക്ഷവും മുതഅല്ലിമീങ്ങളായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചും ഓർമ്മപ്പെടുത്തുകയാണ്. ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറഞ്ഞു, വലാ ഹുസ്നുൻ യദൂമു വലാ സുറൂറു വലാ ബൂസുൻ അലൈക വലാ റഖാഉ. ദുനിയാവിലെ ജീവിതത്തിൽ ദുഃഖം ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, അത് കുറഞ്ഞ സമയം മാത്രമാണ്. അതേപോലെ തന്നെയാണ് സന്തോഷവും. എപ്പോഴും സന്തോഷം നിലനിൽക്കുകയില്ല, എപ്പോഴും ദുഃഖവും നിലനിൽക്കുകയില്ല. അതൊക്കെ ഇങ്ങനെ വരികയും പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇദാ മാ കുന്ത ദാ ഖൽബിൻ ഖനൂഇ ഫഅൻത വമാലികുദ് ദുനിയാ സവാഉ. അലൈഹിസ് സലാം. നമുക്ക് വേണ്ടത് ഒരു ഖനാഅത്തുള്ള മനസ്സാണ്. വർള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് തന്നതെന്താണോ അതുകൊണ്ട് നീ തൃപ്തിപ്പെടുക. കൂടുതൽ ആഗ്രഹങ്ങളും ആശകളും വെച്ച് നടക്കരുത്. അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് എന്തായാലും ലഭിക്കും, അല്ലാത്തതൊന്നും ലഭിക്കുകയില്ല. അപ്പം നമുക്ക് ദുന്യവിയായ വിഷയത്തിൽ കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന ഒരു മനസ്സുണ്ടെങ്കിൽ നീയും ദുന്യാവ് മുഴുവനും ഉടമസ്ഥനാക്കിയിട്ടുള്ള എല്ലാം ഉടമയാക്കിയിട്ടുള്ള ഉടമസ്ഥനും നല്ല കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള മനസ്സുണ്ടെങ്കിൽ നീയും രണ്ടും സെയിമാണ്, രണ്ടും തുല്യമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരു മുഅ്മിനായ മനുഷ്യനാകുമ്പോൾ ആ മനുഷ്യൻ എപ്പോഴും ചിന്തിക്കേണ്ടത് പാരത്രിക ലോകം എങ്ങനെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും എന്നതാണ്. ഇവിടെ ഈ ദുന്യാവ് അതെന്തായാലും അള്ളാഹു നിശ്ചയിച്ചത് ഓരോരുത്തർക്കും ലഭിക്കും. അത് അള്ളാഹുവിൻ്റെ ആ കൊടുതികൾ അത്ഭുതകരമാണ്. മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു തന്നെ പാടി, തമൂതുൽ ഉസ്ദു ഫിൽ ഗാബാതി ജൂഅ വലഹ്മുൽ ലൈലി തഅകുലുൽ കിലാബു. ആട്ടിൻ്റെ മാംസം അത് നായകൾ തിന്നുന്നു. നല്ല ആട്ടിൻ്റെ മാംസം നായകൾക്ക് തിന്നാൻ ലഭിക്കുന്നു. എന്നാൽ നമുക്കറിയാം, കാട്ടിൽ കുറേ പുലികളുണ്ട്, നരികളുണ്ട്. അവകളിൽ പലതും നല്ല ശക്തിയുള്ളതാണ്, കഴിവുള്ളതാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അവകളിൽ പലതും കാട്ടിൽ വെച്ച് വിശന്ന് പട്ടിണി കിടന്ന് ചത്തുപോവുകയാണ്. അതേസമയം ആട്ടിൻ്റെ മാംസം കഴിച്ച് നായകൾ ജീവിക്കുകയാണ്. അല്ലാഹു തആല ഓരോരുത്തർക്കും കൊടുത്ത ഹദ്, അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തത് എന്താണോ അത് ഓരോരുത്തർക്കും ലഭിച്ചുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ മുതഅല്ലിമീങ്ങൾ നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഇൽമനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്ന് ഈ സമയത്ത് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. നാം എപ്പോഴും അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കണം. ഇഫ്ഫദ് ലിസൈബിക മിൻ ഐബിൻ യുദന്നിസുഹു ഇന്നൽ ബയാദ ഖലീലുൽ ഹംലി ലിദ്ദനസീ. ഏതൊരു മനുഷ്യരും
അവൻ്റെ ആയുസ്സിങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പ്രായമാകുന്ന സമയം നിനക്ക് താടിയും തലയുമൊക്കെ നരക്കുന്ന ഒരു ഘട്ടം വരും. നേരത്തെ ഇവിടെ കക്കടിപ്പുറത്ത് വരുന്ന സമയത്ത് എൻ്റെ താടിയും തലയുമൊക്കെ കറുത്തതായി. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. അതിങ്ങനെ ഏതൊരു മനുഷ്യരും താടിയും തലയുമൊക്കെ നരച്ചു വരും. അങ്ങനെ വരുമ്പോൾ നീ നിന്റെ യുവത്വകാലത്തിൽ വളരെ നന്നായി ശ്രദ്ധിച്ച് ജീവിച്ചാൽ പിൽക്കാലത്ത് നിനക്കൊരു പ്രയാസം ഉണ്ടാവുകയില്ല. മിൻ ഐബിൻ യുദന്നിസുഹു ഇന്നൽ ബയാദ ഖലീലുൽ ഹംലി ലിദ്ദനസീം കഹാമിലിൻ ലിസിയാബിൻ നാസി യഗ്സിലുഹാ വസൗബുഹു ഗാരിഖുൻ ഫിൽരിജ്സി വന്നജസീ. നമ്മൾ പലരും പ്രസംഗിക്കുന്നവരാണ്, വഅദ് പറയുന്നവരാണ്. അവരെ വിളിച്ചുകൊണ്ട് ശഫീ ഇമാം റളിയല്ലാഹുവിന്റെ ഉപദേശമാണ്, യാ വാഇദന്നാസി അമ്മ അൻത ഫായിലുഹു യാ മൻ യുഅദ്ദു അലൈഹിൽ ഉംറു ബിന്നഫസി. ഓരോ സെക്കൻഡിലും ആയുസ്സിങ്ങനെ തീരുകയാണ്. നീ പല തെറ്റായ പ്രവർത്തനങ്ങളും ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. നീ നിന്റെ പ്രായമുള്ള സമയം വരുമ്പോൾ നീ നിന്റെ ശരീരത്തെ ന്യൂനതകളിൽ നിന്നെല്ലാം പരിഹരിച്ച് നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. വെള്ള വസ്ത്രവും അതേ കളറുള്ള വസ്ത്രവും ഒരുപോലെയല്ലല്ലോ. വെള്ള വസ്ത്രത്തിൽ വേഗം തന്നെ ചേറ് പിടിച്ചാൽ അത് മുഷിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. ഇതുപോലെ പ്രായമാകുമ്പോൾ നീ കൂടുതൽ കൂടുതൽ ശ്രദ്ധിച്ച് ജീവിക്കേണ്ടതുണ്ട്. കഹാമിലിൻ ലിസിയാബിൻ നാസി യഗ്സിലുഹാ വസൗബുഹു ഗാരിഖുൻ ഫിൽരിജ്സി വന്നജസീ. സ്വന്തത്തിലുള്ള അവൻ്റെ വസ്ത്രം അത് നജസിൽ ഇങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. അതേ സമയത്ത് മറ്റുള്ളവരുടെ വസ്ത്രം അലക്കാൻ വേണ്ടി വാങ്ങിയിട്ട് ഞാൻ അലക്കിത്തരാമെന്ന് പറയുകയാണ്. മറ്റുള്ളവരുടെ വസ്ത്രം അലക്കുന്ന നീ നിന്റെ വസ്ത്രം നജസിൽ അതാ കുടുങ്ങിക്കിടക്കുന്നതിന് സംബന്ധിച്ച് ബോധമുള്ളവനാകണം. തബഗിന്നദാതവലം തസ്ലുക് ത്വരീഖതഹാ ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസീ. വിജയം കൈവരിക്കണമെന്ന് നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അതിൻ്റെ മാർഗത്തിലേക്ക് കടക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ കപ്പൽ ഉണങ്ങിയ സ്ഥലത്തുകൂടി കപ്പലോടിക്കാൻ കഴിയില്ല. ആദ്യം നിന്റെ ഖൽബ് നന്നാകണം. നീ ഇൽമുമായി ബന്ധപ്പെടണം. പഠിച്ച ഇൽമനുസരിച്ച് ജീവിക്കണം. തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം. അതില്ലാതെ ശരിയായ വഴി പിന്തുടരാതെ അതിലേക്ക് കടക്കാതെ വിജയം കൈവരിക്കുക സാധ്യമല്ല. ഉണങ്ങിക്കിടക്കുന്ന ഭൂമിയിലൂടെ കപ്പലോടിക്കാൻ കഴിയില്ലല്ലോ. റുകൂബുകൻ നശയുൻസീക റുകൂബ അലാ മാ കുൻത തർകബു മിൻ ബഗ്ലിൻ വമിൻ ഫറസീ. ഇപ്പോൾ നല്ല അന്തസ്സുള്ള വാഹനത്തിലാണ് നീ യാത്ര ചെയ്യുന്നത്. ഒരു പക്ഷേ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് കുതിരയും അതുപോലെ തട്ടുകുതിരയും അങ്ങനെ തുടങ്ങിയുള്ള വാഹനങ്ങൾ മുന്തിയ വാഹനങ്ങളായി ഉപയോഗിക്കുന്നു. അങ്ങനെ മുന്തിയ വാഹനങ്ങളിൽ നീ ഇപ്പോൾ യാത്ര ചെയ്യുന്നു. പക്ഷേ റുകൂബുകൻ നശയുൻസീക റുകൂബ അലാ മാ കുൻത തർകബു മിൻ ബഗ്ലിൻ വമിൻ ഫറസീ. ഒരു ദിവസം നിനക്ക് മയ്യിത്ത് കട്ടിലിൽ കയറാനുണ്ടല്ലോ, സ്ട്രെച്ചറിൽ കയറാനുണ്ടല്ലോ. അന്ന് നേരത്തെ നീ കയറിപ്പോയ അന്തസ്സുള്ള വാഹനങ്ങളൊക്കെ ആ മയ്യിത്ത് കട്ടിലിൽ പോകുമ്പോൾ നിന്നെ മറപ്പിച്ചു കളഞ്ഞല്ലോ. യൗമൽ ഖിയാമത്തി ലാ മാലുൻ വലാ വലദു വളമ്മത്തുൽ ഖബരി തുൻസി ലൈലത്തുൽ ഉർസി. മരിച്ചു ചെന്ന് ഖിയാമത്ത് നാളിൽ നീ എത്തുമ്പോൾ അവിടെ നിന്റെ കയ്യിൽ ഒരു നയാകാശമില്ല. നിനക്ക് ആരും തന്നെ സഹായിക്കാനില്ല. നിനക്ക് സ്വന്തമായി നീ സമ്പാദിച്ചതെന്താണോ
അത് മാത്രമാണല്ലോ അവിടെ ലഭിക്കാറുള്ളത്. അതിനാൽ ആ ഖിയാമത്ത് നാളിനെ സംബന്ധിച്ച് നല്ല ബോധത്തോടുകൂടെ ജീവിക്കണം. വളമ്മത്തുൽ ഖബരി തുൻസി ലൈലത്തുൽ ഉർസി. വിവാഹം കഴിച്ച് സ്വന്തം സഹധർമ്മിണിയോടുകൂടെ അതേ വധുവിൻ്റെ കൂടെ വരാൻ ആദ്യത്തെ ദിവസം അതേ വീട്ടിൽ കൂടുമ്പോൾ, റൂമിൽ കിടക്കുമ്പോൾ, കട്ടിലിൽ കിടക്കുമ്പോൾ വലിയ സന്തോഷത്തിൻ്റെ ദിനമാണല്ലേ. പക്ഷേ ഒരു ദിവസം നിനക്ക് ഇവിടെ നിന്ന് പോയി ഖബറിൽ കിടക്കുന്നൊരു ദിവസമുണ്ട്. വളമ്മത്തുൽ ഖബരി തുൻസി ലൈലത്തുൽ ഉർസി. നീ വധുവും വരനുമായി ആദ്യത്തെ ദിവസം നിങ്ങൾ ഒന്നിച്ച് റൂമിൽ കിടന്ന ദിവസമുണ്ടല്ലോ, അത് ഖബറിൽ പോയി കിടന്ന് ഖബറൊന്ന് അണച്ചു കൂട്ടുമ്പോൾ നേരത്തെ കഴിഞ്ഞു പോയ സന്തോഷത്തിൻ്റെ രാത്രികളും സന്തോഷത്തിൻ്റെ ദിനങ്ങളൊക്കെ മറന്നുപോയി. സുഹൃത്തുക്കളെ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ മഹത്തായ ഉപദേശം നമ്മുടെ മനസ്സിൽ എപ്പോഴും സൂക്ഷിക്കണം. നമ്മൾ നന്നായി അധ്വാനിച്ച് പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിൻ്റെ അത്തരത്തിലുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ അതുപോലുള്ള ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങൾ നമുക്കെപ്പോഴും പാഠമായിരിക്കണം. ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദ ഫഇന്നീ വഹഖില്ലാഹി ഇയ്യാക അൻസഹൂ. നീ നല്ല കാര്യവിവരമുള്ള, ശരിക്കും ഏത് വിഷയങ്ങളിലും അതിൻ്റെ മതനിയമം എന്താണ് എന്ന് പഠിച്ച മനസ്സിലാക്കിയ വിവരമുള്ള പണ്ഡിതനാകണം. വസൂഫിയൻ, അതോടുകൂടെ നീ ആത്മീയ ചൈതന്യമുള്ള, ആത്മീയ ചിന്തയുള്ള സൂഫി ആശയക്കാരനും ആയിരിക്കണം. ഫകുൻ ലൈസ വാഹിദ, നീ രണ്ടിൽ ഒന്നായി പോകാൻ പാടില്ല. ചിലര് വലിയ പണ്ഡിതനാണ്, പക്ഷെ അദ്ദേഹത്തിന് തീരെ ആത്മീയ ബോധമില്ല. സുബഹിക്ക് എഴുന്നേൽക്കണം എന്ന ധാരണയില്ല, അതേ തഹജ്ജുദ് നിസ്കരിക്കണം എന്ന ചിന്തയേ ഇല്ല, അതേപോലെ ജീവിതം കൃത്യമാകണം എന്ന ചിന്തയില്ല, ഹലാലും ഹറാമും ചിന്തയില്ല, സംസാരിക്കുമ്പോൾ സത്യം മാത്രമാകണം എന്ന ചിന്തയില്ല, വേറൊരാളെ കുറ്റവും കുറവും പറയുന്നതിന് പകരം എനിക്കെന്തെല്ലാം കുറ്റവും കുറവുമുണ്ട് എന്ന് ചിന്തിക്കുന്ന സ്വഭാവമില്ല. ഞാൻ വലിയ ആളാണ്, ഞാൻ തന്നെയാണ് വലിയ ആള് എന്ന ചിന്ത വരികയാണ്. മറ്റുള്ളവരോട് അസൂയ തോന്നുകയാണ്. അതേപോലെ എന്തെങ്കിലും ഒരു തെറ്റുകളോ കുറ്റങ്ങളോ നമ്മുടെ ദൃഷ്ടിയിൽ മറ്റൊരാളിൽ നിന്ന് സംഭവിച്ചു പോയാൽ അദ്ദേഹത്തോട് വൈരാഗ്യവും വിദ്വേഷവും വെച്ച് ജീവിക്കുകയാണ്. ഇങ്ങനെയൊന്നുമല്ലല്ലോ ഒരു ശരിയായ ആത്മീയ ബോധമുള്ള ആള് വേണ്ടത്. അപ്പൊ നിനക്ക് വെറും മസലകൾ ചോദിച്ചാൽ പറയാൻ കഴിയുന്ന ഒരു പണ്ഡിതനായാൽ പോരാ. ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദ, നീ ഏതെങ്കിലും ഒന്നുള്ളവനായി പോകാൻ പാടില്ല. ആള് നല്ല വിവരമുണ്ട്, ഏത് മസല വെച്ചാലും പറയാൻ കഴിയും, അല്ലെ കിതാബൊക്കെ നന്നായി മനസ്സിലാവും, പക്ഷേ ആത്മീയ ബോധമില്ല, അങ്ങനെ ആയി പോകാൻ പാടില്ല. അതേസമയത്ത് വേറെ ചിലരുണ്ട്, അവർക്ക് ആത്മീയ ചിന്തകളൊക്കെ ഉണ്ട്. പലപ്പോഴും നോക്കിയാലും അക്ബറിലുണ്ടാവും, പലപ്പോഴും നോക്കിയാലും മൗലിദോന്നുണ്ടാവും, ചിലപ്പോൾ നോക്കിയാൽ ദിക്റ് ചൊല്ലുന്നുണ്ടാവും, പക്ഷേ ഒരു വിവരവുമില്ല. അതുകൊണ്ട് വിവരക്കേട് ആ മനുഷ്യനെ കൊണ്ടുപോയി എവിടെ എല്ലാം ചെന്നെത്തിക്കുകയാണ്. അങ്ങനെയുമായി പോകാൻ പാടില്ല. ഫഖീഹൻ വസൂഫിയൻ ഫകുൻ ലൈസ വാഹിദ ഫഇന്നീ വഹഖില്ലാഹി ഇയ്യാക അൻസഹൂ. ഞാൻ നിനക്ക് ആവശ്യമായ ഉപദേശം നൽകുകയാണ്. ഫദാലിക ഖാസിൻ ലം യദുഖ് ഖൽബുഹു തുഖാ വഹാദാ ജഹൂലുൻ കൈഫ ദുൽ ജഹ്ലി യസ്ലുഹൂ. ആദ്യം ഞാൻ പറഞ്ഞ പണ്ഡിതൻ, അദ്ദേഹം വിഷയങ്ങളൊക്കെ വിലയിരുത്തി തീരുമാനം പറയും, പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ തീരെ തഖ്വയില്ല. വഹാദാ ജഹൂലുൻ, അതേസമയത്ത് ഇൽമില്ലാതെ സൂഫിയാകാൻ ഇറങ്ങിയവന് അവൻ കടുത്ത ജാഹില.
കൈഫദുൽ ജഹലി യസ്ലുഹു, അറിവില്ലാത്തവൻ എങ്ങനെ നന്നാകാൻ വകുപ്പില്ലല്ലോ. അപ്പൊ നമ്മൾ നല്ല തികഞ്ഞ പണ്ഡിതന്മാരാകണം. അതോടുകൂടെ തന്നെ നല്ല ആത്മീയ ബോധം വേണം. നമ്മൾ ഉസ്താദ് നാട്ടിൽ പോയാൽ അന്ന് ഹദ്ദാദ് ചൊല്ലാത്തവരായി പോകെ, ഉസ്താദിന്റെ കണ്ണ് വെട്ടിപ്പോയാൽ അന്ന് റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാത്തവരായി പോകെ. അങ്ങനെ ഒന്നും നമ്മളുടെ പ്രശ്നങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയാകരുത്, നമുക്ക് വേണ്ടിയാണ് എന്ന ബോധത്തോടുകൂടി നന്നായി ഇൽമ് പഠിച്ച് മുതഅല്ലിമീങ്ങൾ വളരണം, ഉയരണം എന്ന് ഞാൻ ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് കുറച്ചൊക്കെ പ്രയാസങ്ങളുണ്ടാവും, അതില്ലാതെ ഒരു സംഗതിയും നേടിയെടുക്കാൻ കഴിയില്ല. പ്രയാസമില്ലാതെ ഇവിടെ ആരും ഒന്നും നേടിയെടുത്തിട്ടില്ല. നേടിയെടുക്കാൻ നല്ല പ്രയാസം ഉണ്ടാവും. ചിലപ്പോൾ പഠിപ്പിക്കുന്ന ഉസ്താദുമാരിൽ നിന്ന്, ഗുരുനാഥന്മാരിൽ നിന്ന് തന്നെ ചിലപ്പോൾ നമുക്കിഷ്ടപ്പെടാത്ത സ്വഭാവം ഉണ്ടായി എന്ന് വരാം. പക്ഷേ അത് ക്ഷമിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാൻ സാധിക്കണം. ഇസ്ബിർ അലാ മുർരിൽ ജഫാ മിൻ മുഅല്ലിമി ഫൈനാ റുസൂബൽ ഇൽമി ഫീനാ ഫറാത്തിഹി. പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ, അധ്യാപകന്മാർ, അവരിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള പരുഷമായ സ്വഭാവം നമ്മൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ തന്നെ ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നു, ഇസ്ബിർ, ക്ഷമിച്ചു നിന്ന് പഠിക്കണം. ഫൈനാ റുസൂബൽ ഇൽമി ഫീനാ ഫറാത്തിഹി. അദ്ദേഹം ചിലപ്പോൾ നമ്മെ അകറ്റുന്ന ശൈലിയിൽ നമ്മളോട് പെരുമാറിയാൽ അവിടെയാണ് യഥാർത്ഥത്തിൽ, അവിടെ ക്ഷമിച്ചു നിന്ന് പഠിക്കുമ്പോഴാണ് നമുക്കതിൻ്റെ കാര്യം ലഭിക്കുന്നത്. വമൻ ലം യദുഖ് മുർറത്ത അല്ലൂമി സാഅതൻ തജറഅ ദുല്ലൽ ജഹ്ലി തൂല ഹയാതിഹി. പഠിക്കുന്ന സമയത്ത് അതിൻ്റെ കയ്പ്, അങ്ങനെ പഠിക്കാൻ വേണ്ടി ക്ഷമിച്ചിരുന്ന് പഠിക്കുന്നു, നാടും വീടൊക്കെ വിട്ട് ക്ഷമിച്ചിരുന്ന് പഠിക്കുന്നു, അതിൻ്റെ കയ്പ്, ആ കയ്പ് രുചി നോക്കാതെ ഒരാൾ പഠിക്കാൻ, അങ്ങനെ അധ്വാനിച്ച് പഠിക്കാനൊന്നും കഴിയില്ല, ഉറക്കാൻ കഴിയില്ല, അതുപോലെ കൃത്യമായി വരാൻ കഴിയില്ല, കൃത്യമായി അറ്റൻഡാൻ കഴിയില്ല. അങ്ങനെയൊക്കെ ഒരാൾ പഠിക്കുകയാണെങ്കിൽ അവന്റെ ജീവിതം മുഴുക്കെ വിവരക്കേടിന്റെ നിന്യത അവൻ കടിച്ചിറക്കേണ്ടി വരും. ക്ഷമിച്ചുകൊണ്ട് പഠിക്കണം. വമൻ ഫാതഹു തഅലീമു വഖ്താ ശബാബിഹി ഫകബ്ബിർ അലൈഹി അർബഅൻ ലിവഫാതിഹി. ഇൽമു പഠിക്കേണ്ടത് കുട്ടിക്കാലത്താണ്. കുട്ടിക്കാലത്ത് താടിയും മീശയൊക്കെ മുളച്ചതിൻ്റെ ശേഷമല്ല, ഇടയ്ക്ക് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുളച്ചോട്ടെ, അതിന് കുഴപ്പമില്ല. അതേസമയം ചെറുപ്പത്തിലാണ് ഇൽമു പഠിക്കേണ്ടത്. കാരണം താടിയും മീശയൊന്നും മുളക്കാത്ത സമയത്ത് ചെലവ് തീരെയില്ല, ബാർബർ ഷാപ്പിലും കൂടി പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെലവ് തീരെയില്ല, അതുപോലെ ബാധ്യതകളില്ല, പ്രയാസങ്ങളില്ല. അപ്പോഴാണ് പഠിക്കാൻ ശ്രമിക്കേണ്ടത്. അങ്ങനെ യുവത്വത്തിൽ പഠിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ, ഇങ്ങോട്ടും യുവത്വത്തിൽ പഠിക്കാൻ ഒരാൾ തയ്യാറാകുന്നില്ലെങ്കിൽ ഫകബ്ബിർ അലൈഹി അർബഅൻ ലിവഫാതിഹി. ആ മുതഅല്ലിമ് പഠനരംഗത്ത് മരിച്ചു കഴിഞ്ഞു, അവന് 4 തക്ബീർ ചൊല്ലി മയ്യിത്ത് നിസ്കരിച്ച ആളാ എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു പറയുന്നത്. കാരണം അവന്റെ ചെറുപ്പത്തിൽ ശ്രമിച്ച് അധ്വാനിച്ച് പഠിക്കാൻ തയ്യാറാകാത്ത ഒരു വിദ്യാർത്ഥി, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിച്ചു കഴിഞ്ഞു, ഇനി അത് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അവന് 4 തക്ബീർ ചൊല്ലി മയ്യിത്ത് നിസ്കരിക്കാനുള്ള അവസരമായിട്ടുണ്ട് എന്നാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ആലങ്കാരികമായി പറയുന്നത്. വദാതുൽ ഫതാ വല്ലാഹി ബിൽ ഇൽമി വത്തുഖാ ഇദാ ലം യകൂനാ ലഅ്തിബാറാ ലിദാതിഹി. ഒരു യുവാവിന്റെ ശരീരം വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ബിൽ ഇൽമി വത്തുഖാ, ഇൽമും തഖ്വയും കൊണ്ട് ആ അവന്റെ ശരീരം ബന്ധപ്പെടുകയും ഉയർന്നു വരികയും ചെയ്യുന്നില്ല എങ്കിൽ ലഅ്തിബാറാ ലിദാതിഹി, അവന് ഒരു പരിഗണനയും ഇല്ല. അപ്പൊ നമ്മൾ നന്നായി
നന്നായി അധ്വാനിച്ച് പഠിക്കുകയും ആ പഠിക്കുന്നതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളുമെല്ലാം ക്ഷമിക്കുകയും ചെയ്യണം എന്നതാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നമ്മെ ഉപദേശിക്കുന്നത്. ഞാൻ കൂടുതലായി ദീർഘിപ്പിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, നമ്മുടെ സ്ഥാപനങ്ങളിൽ അധ്വാനിക്കുന്ന ഉസ്താദുമാരുടെ പരിശ്രമങ്ങളും, പഠിക്കുന്ന മക്കളുടെ പരിശ്രമങ്ങളും, അതേപോലെ അവരെ പറഞ്ഞേക്കുന്ന രക്ഷിതാക്കൾക്കും കുടുംബങ്ങൾക്കും, നമ്മുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്കും എല്ലാവർക്കും അല്ലാഹു തആല സർവ ഖൈറിന്റെ വാതിലുകളും തുറന്നു കൊടുക്കുമാറാകട്ടെ. മഹാനായ ഇമാം അബൂ യൂസുഫുൽ ഖാദി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ്. ആ അബൂ യൂസുഫ് റളിയല്ലാഹു തആല അൻഹു പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങി ഒരു ദിവസം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചു. ആ സമയത്ത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സമ്മതം ചോദിച്ചപ്പോൾ പറഞ്ഞു, മോനെ, പോകാനായിട്ടില്ല. ഞാൻ നിനക്ക് എങ്ങനെയാണ് ജനങ്ങളുമായി പെരുമാറേണ്ടത്, എങ്ങനെയാണ് ജനങ്ങളുമായി കൂടി ജീവിക്കേണ്ടത്, അതിനെ സംബന്ധിച്ച്, ജനങ്ങളുമായി കൂടി പെരുമാറുന്നതിനെ സംബന്ധിച്ചു, അതേപോലെ പണ്ഡിതന്മാരുടെ പദവികളെ സംബന്ധിച്ചു, അതുപോലെ നീ ഒരു സ്ഥലത്ത് ചെന്നാൽ അവിടെയുള്ള ആളുകളെ എങ്ങനെയാണ് നീ സഹകരിപ്പിച്ച് അവരുമായി കൂടിയിരുന്ന് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ ഉയർത്തി വളർത്തി കൊണ്ടുവരുന്നതെന്നും, സാധാരണക്കാരും അല്ലാത്തവരുമായ ആളുകളെ എങ്ങനെയാണ് പരിശീലിപ്പിച്ചു കൊണ്ടുവരേണ്ടതെന്നും, അതേപോലെ സാധാരണക്കാരായ ആളുകളുടെ പ്രശ്നങ്ങൾ എങ്ങനെയാണ് നീ മനസ്സിലാക്കി അതിന് പരിഹാരം കാണേണ്ടതെന്നും, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നിന്നെ ഉപദേശിക്കാൻ ഉണ്ട്. അതുകൊണ്ട് നീ അറിവുമായി പുറപ്പെട്ടു പോയാൽ പോരാ. നിന്നോട് പറയാനുള്ളത്, മതാ അസൽത ഇശ്റതന്നാസി സാറൂ ലക അഅദാൻ വലൗ കാനൂ ഉമ്മഹാതിൻ വ അബാഅ. നിന്നെ ഏറ്റവും സ്നേഹിക്കുകയും നിന്റെ പുരോഗതിയിൽ ഏറ്റവും സന്തുഷ്ടി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവർ നിന്റെ ഉമ്മ ബാപ്പമാരായിരിക്കും. ആ ഉമ്മയും ബാപ്പയും പോലും നീ അവരോടുള്ള പെരുമാറ്റം നന്നാക്കിയിട്ടില്ലെങ്കിൽ, അവരോട് നിന്റെ ശൈലി നന്നായില്ലെങ്കിൽ നിന്റെ ശത്രുക്കളായി മാറി. അതേ സമയത്ത് നിന്റെ കുടുംബക്കാരൊന്നുമല്ല, നിന്റെ ബന്ധുക്കളൊന്നുമല്ല, ഒരു ബന്ധവുമില്ല, അങ്ങനത്തെ ആളുകളോട് നീ നിന്റെ കുടുംബങ്ങളോ ബന്ധപ്പെട്ടവരൊന്നും അല്ലെങ്കിലും നല്ല പെരുമാറ്റം അവരോട് നീ പെരുമാറിയാൽ അവരെല്ലാം നിന്റെ ഏറ്റവും അടുത്ത ആളുകളായി മാറും. എൻ്റെ മോനെ ഇന്ന് പോണ്ട, നാട്ടിൽ പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചാണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനോട്. പഠനമൊക്കെ ഏകദേശം കഴിഞ്ഞ് പോകാൻ വേണ്ടി സമ്മതം ചോദിച്ചാണ്, സർട്ടിഫിക്കറ്റ് കൊടുത്ത് കഴിഞ്ഞിരിക്കണം, നാട്ടിലേക്ക് പോട്ടെ സമ്മതം ചോദിച്ചാണ്. അപ്പോൾ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയാണ്, മോൻ ഇന്ന് പോകണ്ട, പിന്നെ ഞാനൊന്ന് നന്നായി ഒന്ന് ആലോചിച്ചിട്ട് ഒന്ന് മനസ്സിരുത്തി നിനക്ക് കുറച്ച് ഉപദേശം തരാനുണ്ട്. അതുകൊണ്ട് ഒരു ദിവസം നീ ഇവിടെ നിന്നിട്ട് ഇൻഷാ അല്ലാഹ് നിനക്ക് പോകാം. ചിലപ്പോൾ മുത്തഅല്ലിമീങ്ങളോട് ഉസ്താദുമാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയും, ഇന്ന് പോകണ്ടെന്നൊക്കെ പറയും. അപ്പോൾ അന്നല്ല ഞാനിപ്പോൾ തന്നെ പോവുകയാണെന്ന് പറയാൻ പാടില്ല. ഇമാം അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹു അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപദേശം സ്വീകരിച്ച് അവിടെ തന്നെ ഇരുന്നു. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, പിറ്റേ ദിവസം ഉപദേശം നൽകി. ആ ഉപദേശം മുഴുവനും ഇപ്പോൾ ഇവിടെ പറയാൻ സമയം ഇല്ല. ഏകദേശം ഒരു 100ന്റെ അടുത്ത് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശങ്ങളിൽ ഒന്നാണ്, മോനെ, ഇസ്തജിദ് സിയാബക വഅക്സിർ ഇസ്തിമാല ത്വീബ്. നീ ഒരു പണ്ഡിതനായാൽ നീ എപ്പോഴും നല്ല നല്ല ഡ്രസ്സ് ധരിക്കണം. നീ ഒരു ഒയന്നോവറായിട്ട് നടക്കാൻ പാടില്ല. മുസ്ലിംമാർ നല്ല നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള ഡ്രസ്സ് ധരിക്കണം. ഭംഗിയുള്ളതെന്ന് പറഞ്ഞാൽ ഏറ്റവും ഭംഗിയുള്ള വെളുത്ത് തന്നെയാണ്. അക്സിർ ഇസ്തിഅമാല ത്വീബ്, നല്ല സുഗന്ധം ഉപയോഗിക്കണം. നമ്മളൊരു ആളുകൾക്ക് അടുക്കാൻ പറ്റാത്തവരായി പോകാൻ പാടില്ല. വഖർരിബ് മജ്ലിസക വല്യകുൻ ദാലിക ഫീ ഔഖാത്തിൻ മഅലൂമ. നീ നിന്റെ
മജ്ലിസ്, നീ ഇരിക്കുന്ന സ്ഥലം, ആ ഇരിക്കുന്ന സ്ഥലവും സമയവും നിശ്ചയിച്ച് ആ സമയത്ത് ജനങ്ങൾക്ക് നിന്നെ കാണാനും നിന്നിൽ നിന്ന് പഠിക്കാനുമൊക്കെ അവസരം നൽകണം. നിന്റെ സ്വന്തം കാര്യത്തിന് വേണ്ടി നീ വേറെ അവസരം ഉണ്ടാക്കണം. ഇത് പറഞ്ഞിട്ട് നാലാമത്തെ വസിയത്ത് വഹാഫിള് അലാ സലവാതിക്, വഹാഫിള് അലാ സലവാതിക്, നിന്റെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നല്ല മുഹാഫദത്ത് വേണം എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ മുഹാഫദത്ത് വേണം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല അലാ സലാത്തിഹിം യുഹാഫിളൂൻ എന്നും അലാ സലാത്തിഹിം ദായിമൂൻ എന്നും രണ്ട് നിലക്കും ഒരേ സൂറത്തിൽ തന്നെ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, കൃത്യമായി നിസ്കരിക്കുക എന്നതാണ് അലാ സലാത്തിഹിം ദായിമൂൻ എന്ന് പറഞ്ഞതിന്റെ താല്പര്യം. അലാ സലാത്തിഹിം യുഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അലാ സലവാത്തിഹിം യുഹാഫിളൂൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം എന്താ? ഇമാം റാസി റളിയല്ലാഹു അൻഹു അത് വളരെ വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് നിസ്കാരം എന്ന് പറയുന്നത് മനസ്സിൽ പ്രത്യേകമായി ശ്രദ്ധയുള്ള ഒരു കാര്യമായിരിക്കണം എപ്പോഴും. അപ്പൊ ഏത് സമയത്തും നിസ്കാരം അതിന്റെ സമയം വരുന്നതിന് മുമ്പ് തന്നെ നിസ്കരിക്കാനുള്ള സമയം ആകുന്നുണ്ട് എന്ന ചിന്ത നമ്മുടെ മനസ്സിനുണ്ടാകണം. അങ്ങനെ അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കം മനസ്സിനുണ്ടാകും. നിസ്കാരം അത് ഏറ്റവും മുഖ്യമായ ഒരു കാര്യമാണ്. അത് അള്ളാഹുമായുള്ള ഒരു സംഭാഷണമാണ്. ലോകത്തിന്റെ മുഴുവനും സട്ടാവായ അള്ളാഹുമായുള്ള സംഭാഷണം. നമ്മൾ ഒരു മന്ത്രിയുമായുള്ള സംഭാഷണം, ഒരു ജഡ്ജിയുമായുള്ള സംഭാഷണം, ഒരു ഉയർന്ന ഉദ്യോഗസ്ഥരുമായുള്ള സംഭാഷണം, അതിനൊക്കെ നമ്മൾ വലിയ പ്രസക്തി നൽകും. രാജാവായിട്ടുള്ള സംഭാഷണത്തിന് വലിയ പ്രസക്തി നൽകും. എന്നാൽ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും പ്രസക്തി നൽകുന്ന സംഭാഷണം അള്ളാഹുവുമായുള്ള സംഭാഷണമാണ്. അതിനുവേണ്ടി നേരത്തെ തന്നെ മനസ്സുകൊണ്ട് ഒരുങ്ങണം. കഴിയുമെങ്കിൽ നിസ്കാരത്തിന്റെ സമയമാകുന്നതിന് മുമ്പ് തന്നെ അതിനുവേണ്ടി ഒതുവെടുത്ത് ഒരുങ്ങണം. അത് പ്രത്യേകം പുണ്യമുണ്ടെന്ന് ഇമാമിയങ്ങളെല്ലാം രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാം. സമയമായാൽ ഖളാ ആകുന്നതിന് മുമ്പ് നിസ്കരിക്കാൻ വേണ്ടി ഒതുവെടുക്കൽ നിർബന്ധമാണ്. ഒതുവില്ലെങ്കിൽ സമയം ആകുന്നതിന് മുമ്പ് തന്നെ ഒതുവെടുത്ത് ഒരുങ്ങി നിൽക്കുക എന്നത് ഒരു വലിയ പുണ്യകർമ്മമാണ്. ഇരിക്കട്ടെ, അങ്ങനെ ആ നിസ്കാരത്തെ സംബന്ധിച്ച് നല്ല ബോധം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തുണ്ടാവും? നിസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിനെ നമ്മൾ നന്നായി പരിഗണിക്കും. വല്ലാതെ പരിഗണിക്കേണ്ട ഒരു സംഗതിയാണ് ബാങ്ക്. ആ ബാങ്ക് വളരെ നന്നായി ശ്രദ്ധിച്ച് കേൾക്കണം. ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു മുതഅല്ലിമായി പോകാൻ പാടില്ല. അതേപോലെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന ഒരു പ്രവർത്തകനാകാൻ പാടില്ല. പലപ്പോഴും നമ്മുടെ സ്റ്റേജുകളിലൊക്കെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് കേൾക്കുമ്പോൾ ആളുകൾ ബാങ്ക് വിളിക്കുന്നുണ്ട് എന്ന് ചിലപ്പോൾ ഇങ്ങനെ കാണിച്ചു തരും, അല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്നുണ്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ ബാങ്ക് നിർത്തും, പ്രസംഗം നിർത്തും, എന്നിട്ട് ബാങ്ക് ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. പക്ഷെ പലപ്പോഴും നമ്മിൽ നിന്നുണ്ടാകുന്നത് എന്താണ്? ഈ പറയുന്ന ഞാനടക്കം സംഭവിക്കുന്ന ന്യൂനതയാണ് ഞാൻ പറയുന്നത്. അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ആ സമയത്ത് തൊട്ടടുത്തുള്ള ആളോട് ബാങ്ക് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കും. അങ്ങനെയാകാൻ പാടില്ല. ആ ബാങ്ക് അള്ളാഹുവിന്റെ വീട്ടിലേക്കുള്ള ക്ഷണമാണ്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള വിളിയാണ്. ആ വിളിയെ സഗൗരവം കണക്കിലെടുത്ത് അത് ശ്രദ്ധിക്കുകയും അദ്ദേഹം പറയുന്നത് പോലെ നമ്മൾ പറയുകയും വേണം. അപ്പോൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് അദ്ദേഹം അല്ലാഹു വലിയവനാണ് എന്ന് 4 പ്രാവശ്യം വിളിച്ചു പറഞ്ഞാൽ നമ്മൾ അത് ശ്രദ്ധിച്ച് കേട്ട് നമ്മളും ആവർത്തിച്ച് അത് പറയണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ അത് പറയണം. അത് ഈ ബാങ്ക് കൊടുക്കുന്ന ആള് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് തുടങ്ങേണ്ടത്. നമ്മൾ ഹയ്യാല സ്വലാ എന്ന് തുടങ്ങുമ്പോഴേക്ക് തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം എന്ന് പറയരുത്. ഹയ്യാല സ്വലാ തീർന്നിട്ടാണ് പറയേണ്ടത്. ചില സംഗതി നമ്മൾ വല്ലാതെ തിരക്ക് കൂടിപ്പോകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറയേണ്ടത്. എല്ലാറ്റിനും നമ്മൾ തിരക്ക് കൂട്ടിയാൽ പറ്റൂല. അതേപോലെ നമ്മുടെ ഇമാമിന്റെ കൂടെ നിസ്കരിക്കുമ്പോൾ ഇമാമ് ഒരു പ്രവൃത്തിയിൽ നിന്ന് മറ്റൊരു പ്രവൃത്തിയിലേക്ക് എത്തിച്ചേർന്നാലാണ് നമ്മൾ ആ പ്രവൃത്തിയിലേക്ക് പോകേണ്ടത്. ഉദാഹരണത്തിന് ഇമാമ് സുജൂദിൽ എത്തിയാലാണ് നമ്മൾ ഇഅ്തിദാലിൽ നിന്ന് സുജൂദിലേക്ക് പുറപ്പെടേണ്ടത്. അല്ലാതെ ഇമാമിന്റെ കൂടെ തന്നെ പോവുകയല്ല വേണ്ടത്. ഇമാമ് അവിടെ എത്തിയതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് പുറപ്പെടേണ്ടത്.
അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെതായ തർത്തീബുകളുണ്ട്. അപ്പൊ ഇരിക്കട്ടെ, ബാങ്ക് അതിന് ശരിക്കും ഉത്തരം ചെയ്യണം. എത്രത്തോളം നമ്മൾ കേൾക്കാത്ത ഒരു വാചകം ഈ ബാങ്ക് കൊടുക്കുന്ന ആള് ചിലപ്പോൾ പറയും, അത് സുന്നത്താണ്. അതെന്താണ്? അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അത് കഴിഞ്ഞാൽ പതുക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പതുക്കെ ബാങ്ക് കൊടുക്കുന്ന ആള് പറയൽ സുന്നത്തുണ്ട്. പിന്നെ അദ്ദേഹം ഉറക്കെ പറയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ അദ്ദേഹം പതുക്കെ പറഞ്ഞിട്ടുണ്ടാകും എന്ന് മനസ്സിലാക്കി നമ്മളും പതുക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. പിന്നെ അദ്ദേഹം ഉറക്കെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. അത് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ വകയിൽ അത് പറയുകയും വേണം. അങ്ങനെ ബാങ്കിന് വലിയ പ്രസക്തി നൽകണം. ബാങ്ക് കൊടുക്കുന്ന ആൾക്ക് പ്രസക്തി നൽകണം. ബാങ്ക് കൊടുക്കുന്നവനെ നോക്കൽ സുന്നത്തുണ്ട്. ബാങ്ക് കൊടുക്കുന്നവനെ നോക്കൽ സുന്നത്തുണ്ട്. ബാങ്ക് കൊടുക്കുന്നവന്റെ ശബ്ദം ശ്രദ്ധിച്ച് കേൾക്കലും പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പൊ ബാങ്കിന് തന്നെ, അതായത് നിസ്കാരം വരുന്നേ ഉള്ളൂ, അതിന്റെ നിസ്കാരം വരുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയും അങ്ങനെ നിസ്കാരത്തിന് ഒരു വലിയ പ്രസക്തി നൽകുകയും ചെയ്യുക എന്നതുണ്ടാകണം. നിസ്കാരിക്കുന്ന സമയത്ത് കഴിയുന്നതും ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കുറേ വൈകിട്ടല്ല നിസ്കരിക്കേണ്ടത്, ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെ നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ അതൊരു വലിയ കാര്യമായി എടുക്കുക, അങ്ങനെ എടുത്തുകൊണ്ട് നിസ്കരിക്കുക. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവൻ അല്ലാഹുവുമായുള്ള സംഭാഷണത്തിലാണ് എന്ന നല്ല ബോധം വേണം. ഇവിടെയും ഞാൻ പലപ്പോഴും മുമ്പ് പറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്, പലപ്പോഴും പറയാറുണ്ട്. ഞാനിപ്പോ ഈ ആഴ്ചയിൽ വിദേശത്ത് പോയപ്പോഴും വെള്ളിയാഴ്ച ജുമയ്ക്ക് ഒരു പള്ളി കൂടിയപ്പോ ഞാനിങ്ങനെ കണ്ടു, ഒന്ന് രണ്ടാളെ നിസ്കാരം കണ്ടു. സുബ്ഹാനല്ലാഹ്, അവർ ടീഷർട്ട് ധരിച്ചിരിക്കുകയാണ്. അവർ തക്ബീർ ചൊല്ലിയതിന് ശേഷം ടീഷർട്ടിന്റെ മുൻഭാഗം രണ്ട് കൈ കൊണ്ട് പിടിച്ചിങ്ങനെ താഴ്ത്തുക, ബേക്കിലും പിടിച്ച് താഴ്ത്തുകയാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ താഴ്ത്തുന്നുണ്ട്. അവർ നിസ്കരിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഈ ഹാഫ് ഷർട്ടും ടീഷർട്ടും ഒക്കെ ഇട്ട് നിസ്കരിക്കുന്നവർ അവരുടെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് കുപ്പായം താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സമയത്തും കുപ്പായം ശരിയാക്കുകയാണ്. അതിങ്ങനെ രണ്ട് കൈ കൊണ്ടും ഇങ്ങനെ ശരിയാക്കിയാൽ നിസ്കാരം ബാത്തുലായി പോകും, നിസ്കാരം ഉണ്ടാവില്ല, നിസ്കാരം ബാത്തുലായി പോകും. നമ്മൾ അടങ്ങി ഒതുങ്ങി നിസ്കരിക്കണം. നമ്മുടെ കൈ കൊണ്ട് കളിക്കാൻ പാടില്ല, കൈകൊണ്ട് കുപ്പായം റെഡിയാക്കാൻ പാടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും. 4 അനക്കമാണ്. ഒന്ന് മുന്നിൽ പിടിച്ച് താഴ്ത്തുമ്പോൾ 2 അനക്കം, ബേക്കിൽ പിടിച്ച് താഴ്ത്തും പിന്നെയും 2 അനക്കം. 4 അനക്കമാണ് സംഭവിക്കുന്നത്. 3 അനക്കം കൊണ്ട് തന്നെ നിസ്കാരം പാസിലാവും. അപ്പോ നമ്മൾ അടക്കത്തോടെ ഒതുക്കത്തോടെ നിസ്കരിക്കണം. നിസ്കരിക്കുന്ന സമയത്ത് കഴിയുന്നതും സുജൂദിന്റെ സ്ഥലത്ത് തന്നെ നോക്കണം. ഖുനൂത്ത് ഓതുന്ന സമയത്ത് 2 കൈയും കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഖുനൂത്ത് ഓതുന്നതെങ്കിൽ, ഉയർത്തിപ്പിടിച്ചതെങ്കിൽ ആ കൈയിലേക്ക് നോക്കിയാൽ മതി. അപ്പൊ സുജൂദിലേക്ക് നോക്കാൻ കഴിയില്ല. അതേസമയം 2 കൈയും നമ്മൾ വേർപെടുത്തി പിടിച്ചുകൊണ്ടാണ് ഖുനൂത്ത് ഓതുന്നതെങ്കിൽ നമുക്ക് സുജൂദിന്റെ സ്ഥലത്ത് തന്നെ നോക്കാൻ സാധിക്കും. അങ്ങനെ വളരെ ഭക്തിപൂർവം നമ്മുടെ നിസ്കാരം നിർവഹിക്കണം. അള്ളാഹു അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മറ്റ് ചിന്തകളെല്ലാം മാറ്റിവെക്കണം. എന്നിട്ട് ഞാൻ അള്ളാഹുമായുള്ള സംഭാഷണത്തിലാണ് എന്ന ബോധം വേണം. നമ്മൾ തക്ബീർ ചൊല്ലിക്കഴിഞ്ഞാൽ പിശാച് നമ്മുടെ മനസ്സിലേക്ക് വന്ന് പലതും ഇങ്ങനെ ഉറപ്പിക്കുകയാണ്. കുപ്പായം ചുളിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പുറത്തും ചൊറിയുന്നുണ്ട്, ഇങ്ങേപ്പുറത്ത് തലേക്കെട്ട് ശരിയായിട്ടില്ല, ഇങ്ങനത്തെ പല ചിന്തയും ശൈത്താൻ കൊണ്ടുവരും. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുമായുള്ള സംഭാഷണമാണ്. നമ്മളൊരു കാര്യമായ ഒരു വ്യക്തിയുമായി സംഭാഷണം നടത്തുമ്പോൾ ഇങ്ങനെ ഇടക്കിടക്ക് കുപ്പായ ഇങ്ങനെ പിടിച്ച് താഴ്ത്തുക, ബേക്കിലും പിടിച്ച് താഴ്ത്തുക, മുന്നിലും പിടിച്ച് താഴ്ത്തുക, കൈ ഇങ്ങനെ ആട്ടുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടൊരു കാര്യമായ ഒരാളോട് സംഭാഷണം നടത്തുമോ? എന്നാൽ അല്ലാഹു ജല്ല ജലാലുഹു, അവനേക്കാൾ വലിയവൻ ആരെങ്കിലും ഉണ്ടോ? അവനേക്കാൾ വലിയ രാജാവുണ്ടോ? നമുക്ക് എല്ലാം തന്ന് നമ്മെ സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, ആവശ്യമുള്ളതൊക്കെ ആവശ്യത്തിന് തന്ന റബ്ബ്, അവൻ്റെ കൊടുതി അത്ഭുതകരമായ കൊടുതിയാണ്. സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ ആലോചിച്ച് നോക്കി, നമ്മൾ ശ്വസിക്കുന്ന വായു, ആ വായു അല്ലാഹു തആല ഫ്രീ ആയിട്ട് തന്നിരിക്കുകയാണ്. 5 പൈസ മുതലില്ല. അതിന് സൂക്ഷിക്കാൻ ഒരു പാത്രം വേണ്ട, അത് കോരിയെടുക്കാൻ ഒരു ബക്കറ്റ് വേണ്ട. വെള്ളമാണെങ്കിൽ കോരിയെടുക്കാൻ ബക്കറ്റ് വേണം.
സൂക്ഷിക്കാൻ പാത്രം വേണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ വായുവിന് വളരെ ഫ്രീ ആയി എല്ലാ സ്ഥലത്തും നമുക്ക് ഓക്സിജൻ തരികയാണ് അള്ളാഹു തആല. അള്ളാഹുവിൻ്റെ ഒരു കൊടുതിയെപ്പറ്റി ഞാൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണ്. ഇനി നിങ്ങൾ തിരിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ അത്ര ആവശ്യമില്ലാത്ത സാധനമാണ് വെള്ളം. അതും അള്ളാഹു ഫ്രീ തരികയാണ്. ഇന്ന് നേരം വെളുത്തതിന് ശേഷം എത്ര മഴ പെയ്തു, ഫ്രീ ആയിട്ട് വെള്ളം ഇങ്ങനെ തരികയാണ്. അത് ആ പെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ പുറമെ അത് ഭൂമിയിൽ സ്റ്റോർ ചെയ്ത് പിന്നീട് നമ്മുടെ കിണറ്റിലും കുളത്തിലുമൊക്കെയായി അങ്ങനെയും ലഭിക്കുന്നുണ്ട്. ഏതായാലും ഫ്രീ ആയിട്ട് വെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയാണ്. കാരണം വെള്ളം വളരെ ആവശ്യമാണ്. കുടിക്കാൻ വെള്ളം വേണം, കുളിക്കാൻ വെള്ളം വേണം, കഴുകാൻ വെള്ളം വേണം, അലക്കാൻ വെള്ളം വേണം. ഇനി ഒരു ഭക്ഷണ സാധനം നമ്മൾ പാകം ചെയ്യുകയാണെങ്കിൽ പോലും അവിടെ എല്ലാം വെള്ളം വേണം. വെള്ളം അല്ലാഹു തആല വളരെ ഫ്രീ ആയിട്ട് ഇങ്ങനെ തരികയാണ്. എന്നാൽ അതേ സമയത്ത് അത്ര വെള്ളം പോലെ ആവശ്യമില്ലാത്ത വസ്തുവാണ് നമ്മുടെ മറ്റ് ആഹാര വസ്തുക്കൾ, നമ്മുടെ ഭക്ഷ്യധാന്യങ്ങൾ. അത് കൃഷി ചെയ്യണം, നമ്മൾ പണിയെടുക്കണം, അപ്പോൾ അല്ലാഹു തആല തരും. അതിനങ്ങനെയാണ് അല്ലാഹു സംവിധാനം വെച്ചത്. എന്നാൽ ഇപ്പോൾ പൊന്നിന് വലിയ വിലയാണ്, പൊന്നിന് വലിയ വിലയാണ്. സുബ്ഹാനല്ലാഹ്. എന്നാൽ എത്ര വില പൊന്നിനുണ്ടായാൽ നമുക്കെന്താ? കാരണം അത് ആവശ്യമില്ല, പൊന്ന് ആവശ്യമില്ല. പൊന്ന് ആവശ്യമില്ല എന്ന് പറയുമ്പോൾ വയല് കേൾക്കുന്ന സ്ത്രീകൾക്കൊന്നും എന്നോട് വെറുപ്പിടിക്കണ്ട. ഞാൻ പറഞ്ഞു പൊന്ന് ആവശ്യമില്ല എന്ന് പറഞ്ഞത് ഭക്ഷണം പോലെ ആവശ്യമില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, വെള്ളം കുടിക്കാതെ ജീവിക്കാൻ കഴിയില്ല, ഓക്സിജൻ ശ്വസിക്കാതെ ജീവിക്കാൻ കഴിയില്ല. അതുപോലെ പൊന്നില്ലാത്തതുകൊണ്ട് ഒരാൾക്ക് ജീവിക്കാൻ കഴിയൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഇല്ല. ഞാൻ ഇന്നേ വരെ ഒരു പൊന്നും ഉപയോഗിച്ചില്ല. പെണ്ണുപയോഗിച്ചിട്ടുണ്ട്, പൊന്നുപയോഗിച്ചിട്ടില്ല. അതിൻ്റെ പേരിൽ എനിക്ക് ജീവിതത്തിനൊരു പ്രശ്നമില്ല. അപ്പൊ പൊന്ന് എന്ന് പറയുന്ന സാധനം ജീവിതത്തിന് ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അതിന് നല്ല വില കൊടുക്കണം. അള്ളാഹു അങ്ങനെയാണ് നിശ്ചയിച്ചത്. അതേസമയം തീരെ ആവശ്യമില്ലാത്തൊരു സാധനം, അതെന്താണ്? വില പിടിച്ച കല്ലുകൾ, കോടിക്കണക്കിന് ഉറുപ്പിക വിലയുള്ള കല്ലുകൾ. അത് തീരെ ആവശ്യമില്ല, ഒരാവശ്യമില്ലാത്തൊരു സാധനമാണത്. ജീവിക്കാൻ ഒരാവശ്യമില്ല. പക്ഷേ അതിന് ഒറ്റ ഒരു കല്ലിന് തന്നെ സുബ്ഹാനല്ലാഹ് 100 കോടി 200 കോടി 1000 കോടിയൊക്കെ വിലയുള്ള കല്ലുണ്ടാവും. ഒരാവശ്യമില്ലാത്ത സാധനത്തിന് വലിയ വിലയാണ്. കാരണം അത് ആവശ്യമില്ലല്ലോ. അള്ളാഹുവിൻ്റെ കൊടുതിയുടെ രൂപമാണ്. ആവശ്യമുള്ളത് വളരെ ഫ്രീ, ആവശ്യമില്ലാത്തത് അലങ്കാരത്തിനും ആഡംബരത്തിനും അഭിമാനത്തിനുമൊക്കെയുള്ള സാധനങ്ങൾ അതിന് വലിയ വില. ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുന്ന രാജാവ്. ആ രാജാവ് നമുക്ക് കിഡ്നി തന്നിട്ടുണ്ട്, ഹാർട്ട് തന്നിട്ടുണ്ട്, ബ്രെയിൻ തന്നിട്ടുണ്ട്, കരള് തന്നിട്ടുണ്ട്. അതിനൊന്നും വില പറയാൻ കഴിയില്ല, വില നിശ്ചയിക്കാൻ കഴിയില്ല. അതെല്ലാം തന്ന റബ്ബ് നമുക്ക് കണ്ണും കാതും കയ്യും കാലും നാവും അങ്ങനെ തുടങ്ങി എന്തെല്ലാം തന്നു. അവൻ തന്നതുണ്ടോ പറഞ്ഞു തീർക്കാൻ കഴിയുന്നു? അവൻ്റെ അനുഗ്രഹങ്ങളുണ്ടോ എണ്ണി തീർക്കാൻ കഴിയുന്നു? അങ്ങനെ അവൻ തന്ന ആയിരക്കണക്കായ അനുഗ്രഹങ്ങൾ അനുഭവിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട അടിമകളാണ് നാം. ഈ അടിമകൾക്ക് അവൻ തന്ന ഒരു വലിയ കാരുണ്യമാണ്. അവൻ്റെ വലിയ കാരുണ്യം. ഇതൊക്കെ തന്ന റബ്ബ് നമ്മൾക്ക് അവനുമായി സംഭാഷണം നടത്താൻ അവസരം തന്നിരിക്കുന്നു. അവനോട് 7239 സ്വിഫ്റ്റ് കാറ് അല്ലേ, ബ്ലൂ, ഒന്ന് മാറ്റിക്കൊടുക്കണം എന്ന് സംഘാടകർ അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് അപ്പൊ എല്ലാം തന്ന റബ്ബ്, ആവശ്യമുള്ളതൊക്കെ തന്നുകൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബുമായി അത് നമുക്ക് മാത്രമല്ല നമുക്ക് നൽകുന്നു, മനുഷ്യർക്ക് മുഴുവനും നൽകുന്നു, ജിന്നുകൾക്ക് നൽകുന്നു. അങ്ങനെ തുടങ്ങി എല്ലാ സൃഷ്ടികൾക്കും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആലയുമായി സംഭാഷണം നടത്താൻ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു അവസരം നൽകി. ആ സംഭാഷണമാണല്ലോ നിസ്കാരം എന്ന് പറയുന്നത്. അങ്ങനെ റബ്ബുമായി നടത്തുന്ന മഹത്തായ സംഭാഷണം, അതിന് വലിയ വാല്യൂ കാണണം, അതിന് വലിയ വില കൽപ്പിക്കണം. നമ്മൾ സുബ്ഹിസ്കാരത്തിന് എഴുന്നേൽക്കാതെ പറഞ്ഞാൽ അതെന്തോ ഒരു പ്രയാസം, അങ്ങനെ അല്ലല്ലോ വിചാരിക്കേണ്ടത്. അൽഹംദുലില്ലാ, അല്ലാഹു തആല 5 നേരം സംഭാഷണത്തിന് എന്നെ ക്ഷണിച്ചല്ലോ, എന്നെ വിളിച്ചല്ലോ, എനിക്ക് അവസരം തന്നല്ലോ. അൽഹംദുലില്ലാ. ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമ്മുടെ അബ്ദുസലാം സൈദിയുടെ പിതാവടക്കം
ഹജ്ജിന് പോയവരുണ്ട്. അല്ലാഹു തആല നമ്മുടെ പ്രിയപ്പെട്ട ഹസനാജി അടക്കം പലരും പോയിട്ടുണ്ട്. അല്ലാഹു തആല ഹജ്ജിന് പോയവർക്കും പോകുന്നവർക്കും എവിടെ നിന്നെല്ലാം അള്ളാഹുവിൻ്റെ കഅബ ശരീഫിൻ്റെ അടുക്കലേക്ക് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് ആര് പുറപ്പെടുന്നുണ്ടോ അള്ളാഹു എല്ലാവർക്കും നിന്റെ കാവൽ നൽകണം റഹ്മാനെ. എല്ലാ അമലുകളും സന്തോഷകരമായി നീ പൊരുത്തപ്പെട്ട നിലക്ക് ചെയ്ത് തിരിച്ചു വരാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഹജ്ജ് ആഗ്രഹിച്ച ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം അത് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഓ സുഹൃത്തുക്കളെ, അല്ലാഹു തആല ക്ഷണിച്ചതിൻ്റെ പേരിൽ അവൻ്റെ വീട്ടിലേക്ക് പോകുന്നവരാണല്ലോ ഹാജിമാർ. അവർ ഹജ്ജിന് പോകുമ്പോൾ അവരെത്ര ദിവസം മുമ്പ് തന്നെ അതിനുവേണ്ടി മാനസികമായി ഒരുങ്ങുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും ഹജ്ജിന് പോകാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. ദിനേന പടച്ച റബ്ബിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് 5 നേരം റബ്ബിന്റെ മുമ്പിൽ ഹാജരാകേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. ഇന്ന സ്വലാത്ത അനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. മുഅ്മിനീങ്ങൾക്ക് മാത്രമാണ് അല്ലാഹു തആല അത് നിർബന്ധമാക്കിയത്. ആ മുഅ്മിനീങ്ങൾ അല്ലാത്ത അബൂജഹലിനോട് നിസ്കരിക്കണോ എന്ന് പറഞ്ഞിട്ടില്ല. നിസ്കരിക്കാത്തതിന്റെ പേരിൽ അവന് ശിക്ഷ കിട്ടോ ഇല്ല, അത് മറ്റൊരു ചർച്ചയാണ്. ഞാൻ പറഞ്ഞത് ഈമാനുള്ളവരോടാണ് നിസ്കരിക്കാൻ പറഞ്ഞത്. കാരണം അല്ലാഹുമായുള്ള സംഭാഷണമാണ്. ആ സംഭാഷണത്തിന്റെ അർഹത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയം അംഗീകരിക്കുന്നതോടുകൂടി നേടിക്കഴിഞ്ഞു. അള്ളാഹുവിനോട് സംഭാഷണം നടത്താനുള്ള യോഗ്യത നേടിക്കഴിഞ്ഞു. ആ സംഭാഷണമായ നിസ്കാരം അതിന് വലിയ പ്രസക്തി നൽകണം എന്നാണ് ഞാൻ പറഞ്ഞത്. യുഹാഫിദൂൻ എന്ന് പറഞ്ഞ നിസ്കാരത്തിന്റെ മേൽ ഹിഫ്ദ് അതേ കഴിയുന്നതും ജമാഅത്തായി നിർവഹിക്കുക. അതിൻ്റെ ശേഷവും മുമ്പുള്ള സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരിക. വളരെ അച്ചടക്കത്തോടെ നിസ്കരിക്കുക. കൈകൊണ്ടും കാലുകൊണ്ടൊന്നും ഒന്നും കളിക്കാതിരിക്കുക. മനസ്സിൽ അള്ളാഹുവിനോടുള്ള സംഭാഷണമാണെന്ന നിലക്ക് ആ പറയുന്ന കാര്യങ്ങളുടെ അർത്ഥവും വ്യാപ്തിയുമൊക്കെ ചിന്തിക്കാൻ നോക്കുക. അങ്ങനെ നല്ല ഒരു നിസ്കാരക്കാരനാകണം. അതാണ് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിനോട് നടത്തിയ 4ാമത്തെ ഉപദേശം. വഹാഫിദ് അലാ സലവാതിക്. 5ാമത്തെ ഉപദേശം വബ്ദുൽ തആമക്. നിന്റെ ഭക്ഷണം നീ മാത്രം തിന്നാ പോരാ, നീ മറ്റുള്ളവർക്കും ഭക്ഷണം കൊടുക്കുന്നവനാകണം. ഫൈനഹു മാ സാദ ബഖീലുൻ ഖതു. അതെ, അൽഹംദുലില്ലാ, നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അരി കൊടുക്കുന്നവരുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, അതിന് സഹായം കൊടുക്കുന്നവരുണ്ട്. അവർ വലിയ ഭാഗ്യവാന്മാരാണ്. ഭക്ഷണം നൽകുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഫൈനഹു മാ സാദ ബഖീലുൻ ഖതു. ഒരിക്കലും ലുബ്ധനായ മനുഷ്യൻ ഒരിക്കലും നേതാവായിട്ടില്ല മോനെ. അതുകൊണ്ട് നീ കൊടുക്കുന്ന മനസ്സുള്ളവനാകണം. ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു വീണ്ടും ഉപദേശിക്കാൻ, വഖുദിൽ അഫ്വ വഅ്മുർ ബിൽ മഅറൂഫ്. നീ ആരെങ്കിലും നിന്നോട് വല്ല തെറ്റും ചെയ്താൽ അതിന് പകരം ചെയ്യണം എന്ന ചിന്ത ഉണ്ടാകാതെ നീ വിട്ടുവീഴ്ച മുറുകെ പിടിച്ചവനാകണം. ആരെന്ത് തെറ്റ് ചെയ്താലും അവരോട് വിട്ടുവീഴ്ച ചെയ്യുന്നൊരു മനസ്സ് നിനക്കുണ്ടാകണം. വഅ്മുർ ബിൽ മഅറൂഫ്. നീ നല്ല കാര്യങ്ങൾ കൽപ്പിക്കുന്നവനാകണം. വതഗാഫൽ അമ്മാ ലാ യഅനീക്. നിനക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങളൊന്നും കണ്ടില്ല കേട്ടില്ലെന്ന് നടിക്കണം. ആവശ്യമില്ലാത്ത വിഷയങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. ഇപ്പോൾ ഇൻഷാ അല്ലാഹ് കുറച്ച് ദിവസം കഴിഞ്ഞാൽ എലക്ഷൻ റിസൾട്ട് വരും. അങ്ങനെ എലക്ഷൻ റിസൾട്ട് വരുമ്പോൾ എന്തെല്ലാമോ സംഭവിക്കും. നമ്മൾ മുതഅല്ലിമീങ്ങൾ അതൊന്നും ആലോചിക്കരുത്. നമുക്ക് ഇൽമു പഠിക്കുക, പ്രവർത്തിക്കുക എന്നത് തന്നെ ചിന്തയാകണം. അവിടെ ഊര കൊണ്ട് ഉന്താനും റോട്ടുമ്മിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാനും വേറെ ഒരാളെ തെറി വിളിക്കാനും മറ്റൊരാളെ ഇൻസൾട്ടാക്കാനും അങ്ങനത്തെ ഒരു പരിപാടിക്കും നമ്മൾ പോകരുത്. യഥാർത്ഥത്തിൽ മുഅ്മിനീങ്ങൾ പോകരുത് എന്നാ പറയണ്ടേ, മുതഅല്ലിമീങ്ങൾ എന്നല്ല പറയണ്ടേ. ആവശ്യമില്ലാത്ത കാര്യം അത് കഴിഞ്ഞില്ലേ, എലക്ഷൻ കഴിഞ്ഞു. ഇനി ആരാണ് ജയിക്കുക എന്നുള്ളത് വേണമെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു തരാം. കൂടുതൽ വോട്ടിട്ട് നാളെ ജയിക്കും, അതുകൊണ്ട് അതിൽ നിങ്ങൾ സംശയമൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെ ജയിക്കും. അതേ സമയത്ത് ആരാ തോൽക്കുക? വോട്ട് കുറഞ്ഞ ആൾ തോൽക്കും. അതും വളരെ കൃത്യമാണ്. അതുകൊണ്ട് അത് ആലോചിച്ചിട്ട് ഇങ്ങനെ പുണ്ണാൻ കണ്ടതുമില്ല. ഇനി ഏതെങ്കിലും ഒരുത്തൻ ജയിച്ചു എന്ന് പറയുമ്പോഴേക്ക് അവൻ ആഖിറത്തിൽ ജയിച്ചതല്ല,
പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതാണ്, അതിൻ്റെ ദോഷമാണോ ഗുണമാണോ, അവനെ കൊണ്ട് ദോഷമാണോ അവന് തന്നെ ഗുണമാണോ ദോഷമാണോ ഒന്നും നമുക്കറിയില്ല. പിന്നെ നമ്മൾ അതിൻ്റെ പേരിൽ എന്ത് തുള്ളാനാ? അപ്പോൾ ആവശ്യമില്ലാത്ത വിഷയങ്ങളിൽ നീ തിരിഞ്ഞു നോക്കാത്തവനാകണം. നിന്നെ ശല്യം ചെയ്യുന്നവനെ നീ കൈയൊഴിക്കണം. നിന്നെ ശല്യം ചെയ്യുന്നവനാണോ, പിന്നെ അവനെയും കൂട്ടി നടക്കണ്ട, അവനെ നീ കൈയൊഴിക്കണം. മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ശിഷ്യൻ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിന് പിന്നെയും ഉപദേശം നൽകുകയാണ്. വൈദാ ദഖൽതൽ ബസറ, നിങ്ങൾ ബസറയിലെത്തിയാൽ, വസ്തഖ്ബലന്നാസ്, ജനങ്ങൾ നിങ്ങളെ സ്വീകരിച്ചാൽ, വസാറൂക്, അവരൊക്കെ നിങ്ങളെ കാണാൻ വന്നാൽ, വറഫൂ ഹഖ്ഖക്, നിങ്ങളുടെ അവകാശം അവർ മനസ്സിലാക്കിയാൽ, ഫൻസിൽ കുല്ല റജുലിൻ മിൻഹും മൻസിലതഹു, നിങ്ങളെ കാണാൻ വന്നവനാണെന്ന് വിചാരിച്ച് നിങ്ങൾ ആരെയും ഇൻസൾട്ടാക്കി പോകരുത്, ആരെയും ചെറുതായി കാണരുത്. ഓരോരുത്തർക്കും അവരവരുടെ സ്ഥാനം വകവെച്ചു കൊടുക്കണം. വാക്കിരിം അഹ്ല ശറഫ്, തങ്ങന്മാരെ ബഹുമാനിക്കണം, ബഹുമാനമുള്ളവർക്ക് ബഹുമാനം വകവെച്ചു കൊടുക്കണം. വഅല്ലിം അഹ്ലൽ ഇൽമ്, ഇൽമുള്ള ആളുകളെ ആദരിക്കണം. വഖ്തിരിസ്സുയൂഖ്, പ്രായമുള്ളവരെ ബഹുമാനിക്കണം, പ്രായമുള്ളവർക്ക് നല്ല ആദരവ് നൽകണം. വലാത്തിഫിൽ അഹ്ദാസ്, ചെറുപ്പക്കാരോട് നല്ല പെരുമാറ്റമായിരിക്കണം. വതഖറബ് മിനൽ ആമ്മ, സാധാരണക്കാരുമായി പഠിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിയ നിങ്ങൾ അടുക്കാൻ നോക്കണം, അവരകറ്റരുത്. അവർ നന്നാകേണ്ടത് നിങ്ങൾ മുഖേനയാണ്, അതുകൊണ്ട് അവരുമായി അടുക്കാൻ നോക്കണം. വദാരിൽ ഫുജ്ജാർ, നിങ്ങളൊരു നാട്ടിൽ ചെന്നാൽ അവിടെ ചിലപ്പോൾ റൗഡികളുണ്ടാകും, അതേ തെമ്മാടികളുണ്ടാകും, കുറ്റവാളികളുണ്ടാകും. അവരെ പോയി പെട്ടെന്ന് ചീത്ത പറയുകയോ അവരെ നിന്ദിച്ച് സംസാരിക്കുകയോ ചെയ്യുന്നതിന് പകരം അവരെ മെല്ലെ മെല്ലെ അവരുമായി അടുത്ത് അവരെ സോപ്പിട്ട് നന്നാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. വസ്ഹബിൽ അഖ്യാർ, നല്ല മനുഷ്യന്മാരുടെ കൂടെ ജീവിക്കണം. വലാ തതഹാബൻ ബിസുൽത്താൻ, അധികാരികൾക്ക് അവർക്ക് അവരുടെ അധികാരത്തിന്റെ സ്ഥാനം വകവെച്ചു കൊടുക്കാതെ അവനെന്ത് അധികാരി, അവനെന്ത് കലക്ടറാണ്, അല്ലെങ്കിൽ അവനെന്ത് മന്ത്രിയാണ്, അവനെന്ത് രാജാവാണ്, അങ്ങനെ ഒരു ചിന്ത, അവരെ ഒരു നിസ്സാരപ്പെടുത്തുന്ന ചിന്ത നിനക്കുണ്ടാകരുത്. വലാ തഹ്ഖിറന്ന അഹദൻ യഖ്സിദുക, നിന്നെ കരുതി വരുന്ന ഒരാളെയും നീ ചെറുതായി കാണരുത്, നിസ്സാരപ്പെടുത്തരുത്. വലാ തുഖസ്സിറന്ന ഫീ ഇഖാമത്തി മവദ്ദതിക ഇയ്യാഹും, നീ അവരെ സ്നേഹിക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും വേണം, അതിൽ നീ പിന്നോട്ടടിക്കരുത്. വലാ തുഖ്രിജന്ന സിർറക ഇലാ അഹദിൻ, നിന്റെ രഹസ്യങ്ങളൊന്നും ആരോടും പറയാൻ പോകരുത്. ഇന്നത്തെ മിത്രം നാളെ ശത്രു ആയിക്കൂടുന്നില്ല, ഇന്നത്തെ ശത്രു നാളെ മിത്രമായിക്കൂടുന്നില്ല. നിന്റെ രഹസ്യങ്ങളൊന്നും കൈമാറരുത്. വലാ തസിഖന്ന ബിസുഹബത്തി അഹദിൻ ഹത്താ തംതഹിനഹു, നീ ഒരാളുമായും കൂടി ജീവിക്കുമ്പോൾ അദ്ദേഹം എന്തായാലും നിന്റെ ആളാണെന്ന ധാരണ, അദ്ദേഹത്തെ കുറേ കാലം പരിശോധിച്ച് പഠിക്കാതെ വന്നു ചേരുമ്പോൾ തന്നെ നീ ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം എന്തായാലും എൻ്റെ അനുകൂലിയാണ് എന്ന ഒരു ചിന്തയിൽ നീ ഉറപ്പിക്കാൻ പാടില്ല. വലാ തുഖാദിം ഹസീസൻ വലാ വദിആ, നിന്റെ പരിചരണത്തിനും ഖിദ്മത്തിനും മോശക്കാരായ ആളുകളെ അതേ നീ ആക്കാൻ പാടില്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നിന്നെ സംബന്ധിച്ചുള്ള മതിപ്പൊക്കെ നഷ്ടപ്പെടാൻ കാരണമായി പോകും. അതിൻ്റെ പുറമെ മോനെ, വലാ തഖൂലന്ന മിനൽ കലാമി മാ യുൻകറു അലൈക ഫീ ളാഹിരിഹി, നീ എന്തു സംസാരം സംസാരിക്കുമ്പോൾ അതിൻ്റെ
ബാഹ്യവശം നോക്കുമ്പോൾ ആ പറഞ്ഞത് തെറ്റാണ്. പിന്നെ അതിന് നിനക്ക് കുറേ വ്യാഖ്യാനം പറയാനും വിശദീകരണം പറയാനൊക്കെ ഉണ്ടാവും ആരെങ്കിലും ചോദ്യം ചെയ്യുമ്പോൾ. അതൊക്കെ വ്യാഖ്യാനങ്ങളാണ്. അങ്ങനല്ല, ബാഹ്യവശം കേട്ടാൽ തന്നെ വിമർശനത്തിന് വകുപ്പുണ്ടാകുന്ന സംസാരങ്ങൾ സംസാരിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. പിന്നെയും കുറേ ഉപദേശങ്ങളുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. വഅലൈക ബിൽ മുദാറാത്തി വസ്സബ്രി വൽ ഇഹ്തിമാലി വഹുസ്നിൽ ഖുലുഖി വസാത്തി സ്വദ്രി. മോനെ, നീ എല്ലാവരോടും നല്ല പെരുമാറ്റം നടത്തി എല്ലാവരെയും നീ കയ്യിലാക്കാൻ നോക്കണം. അത് നിനക്ക് ദുനിയാവ് കിട്ടാനല്ല, നിന്റെ ഇൽമ് അവർക്ക് ഉപകരിക്കാനാണ്, നിന്റെ ഇൽമ് അവർ കേൾക്കാനാണ്, ആ ഇൽമ് കൊണ്ട് അവർ നന്നാകാനാണ്. വസ്സബിരി, നല്ല ക്ഷമയോടുകൂടെ ജീവിക്കണം. വലിഹ്തിമാൽ, ജനങ്ങൾ ഇങ്ങോട്ട് തെറ്റ് ചെയ്യുമ്പോൾ സഹിക്കാൻ നിനക്ക് സാധിക്കണം. വഹുസ്നിൽ ഖുലുഖി, നല്ല സ്വഭാവത്തിലുള്ള പെരുമാറ്റം വേണം. വസാത്തി സദ്രി, വിശാലമായ മനസ്സുണ്ടാകണം. അങ്ങനെ നിന്റെ പ്രവർത്തനവുമായി നീ മുന്നോട്ട് പോകണം മോനെ. നീ എപ്പോഴും മറ്റുള്ളവരോട് കടുപ്പം കൂട്ടാതെ റിഫ്കോടുകൂടെ തന്നെ നീ പ്രവർത്തിക്കണം. ഇങ്ങനെ ഉപദേശിച്ചിട്ട് മഹാനവറുകൾ പറയാണ്, വഅ്മദ് ഫീ സിയാറത്തി മൻ യസൂറുക മൻ ലാ യസൂറുക. നിന്നെ കാണാൻ വരുന്നവരെയും നിന്നെ കാണാൻ വരാത്തവരെയും നീ മനഃപൂർവ്വം സന്ദർശിക്കാൻ പോകണം. നിനക്കിങ്ങോട്ട് ഗുണം ചെയ്തു തന്നവനെയും നിനക്കിങ്ങോട്ട് ഉപകാരം ചെയ്യുന്നതിന് പകരം ഉപദ്രവം ചെയ്തവനാണെങ്കിലും രണ്ട് കക്ഷികൾക്കും നീ അങ്ങോട്ട് നന്മ ചെയ്തു കൊടുക്കണം. ബാധ്യതകൾ നിർവഹിക്കുന്നതിൽ നീ ഉളരണം. അതെ, നിന്റെ സഹോദരന്മാര്, നിന്റെ പരിചയക്കാർ ആരെങ്കിലും രോഗികളായാൽ നീ സ്വന്തം തന്നെ അദ്ദേഹത്തിന്റെ രോഗം സന്ദർശിക്കാൻ വേണ്ടി പോകണം. നിനക്ക് പോകാൻ പറ്റാത്ത ചുറ്റുപാടുണ്ടാവുകയോ അല്ലെങ്കിൽ എപ്പോഴും ചെന്നു നോക്കാൻ സാധിക്കാതെ വരികയോ ചെയ്താൽ നീ മറ്റാളുകളെ പറഞ്ഞേച്ചിട്ട് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയെ സംബന്ധിച്ചും അദ്ദേഹത്തിന് ലഭിക്കേണ്ട സാന്ത്വനത്തെക്കുറിച്ചുമൊക്കെ ചിന്തയുള്ളവനും അതിൽ ശ്രദ്ധയുള്ളവനുമാകണം. വമൻ ഗാബ മിൻഹും ഫതഫഖദ് അഹ്വാലഹു. അതേപോലെ ഒരാളെ ഇപ്പോൾ കാണുന്നില്ല, സാധാരണ നിന്റെ കൂടെ നിസ്കരിക്കാനുണ്ടാകാറുണ്ട്, ഇപ്പൊ കുറച്ച് ദിവസമായി കാണുന്നില്ല, എന്നാൽ അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു, എന്താണ് അദ്ദേഹത്തെ ഇപ്പൊ പള്ളിയിൽ കാണാത്തത് എന്ന് നീ അന്വേഷിക്കണം. വമൻ ഖഅദ മിൻഹും അൻക ഫലാ തഖഉദ് അൻത അൻഹു. ഒരാൾ നിന്റെ അടുക്കൽ വന്നിരിക്കുന്ന ആളായിരുന്നു, ഇപ്പോൾ നിന്റെ സദസ്സിൽ വരുന്നില്ല എന്ന് വിചാരിച്ച് നീ അദ്ദേഹത്തിന്റെ സദസ്സിൽ പോകാത്തവനാകരുത്. വസിൽ മൻ ജഫാക. നിന്നോട് പരുഷമായ സ്വഭാവത്തിൽ പെരുമാറുന്ന ആള്, അത് കുടുംബമാകട്ടെ അല്ലാത്തവരാകട്ടെ, അവരോട് നീ ബന്ധം അങ്ങോട്ട് ചേർക്കുന്നവനാകണം. അദ്ദേഹം പരുഷമായിട്ടല്ലേ പെരുമാറിയത്, അതുകൊണ്ട് ഇനി ഞാനും അയാളായിട്ട് ബന്ധമില്ല, അങ്ങനെ വിചാരിക്കാൻ പാടില്ല. അക്രിമൻ നതാക്ക്. നിന്റെ സമീപത്ത് വരുന്നവനെ നീ ബഹുമാനിക്കണം. വഅഫു അമ്മൻ നസാഅ ഇലൈക. നിന്നോട് തെറ്റ് ചെയ്യുന്നവന് നീ വിട്ടുവീഴ്ച ചെയ്യണം. വമൻ തകല്ലമ മിൻഹും ബിൽ ഖബീഹി ഫീക. നിന്റെ എന്തെങ്കിലും ന്യൂനതകളോ നിന്റെ പോരായ്മകളോ നിന്റെ ബടക്ക് സ്വഭാവങ്ങളോ എടുത്തുകൊണ്ടൊരു മനുഷ്യൻ സംസാരിച്ചു എന്ന് നീ കേട്ടാൽ, നിന്റെ കുറ്റം ഒരാൾ പറഞ്ഞു എന്ന് നീ കേട്ടാൽ, ഫതകല്ലം ഫീഹി ബിൽ ഹുസ്നിൽ ജമീൽ. നീ അദ്ദേഹത്തിന്റെ നന്മ പറയണം. നിന്നെക്കുറിച്ച് ഒരാൾ കുറ്റം പറഞ്ഞു എന്ന് നീ കേട്ടാൽ നീ അദ്ദേഹത്തിന്റെ നന്മ പറയണം. കുറച്ച് പണിയുണ്ട് കേട്ടോ ഈ ഉപദേശമൊക്കെ സ്വീകരിച്ച് നടക്കണമെങ്കിൽ. പക്ഷേ ദുന്യാവും ആഖിറവും വിജയിക്കാൻ ഈ മഹാന്മാരുടെ ഉപദേശം നമുക്ക് വലിയ ഫലം ചെയ്യും. വമൻ മാത ഖളൈത ലഹു ഹഖ്ഖഹു. ഒരാൾ നിന്നിൽ നിന്ന് മരിച്ചുപോയി, എന്നാൽ അദ്ദേഹത്തിന്റെ കടപ്പാടുകൾ വീട്ടാൻ നീ ശ്രദ്ധിക്കണം. വമൻ കാനത് ലഹു ഫർഹത്തുൻ ഹന്നൈതഹു ബിഹാ. ഒരാൾക്കൊരു സന്തോഷം ഉണ്ടായാൽ അദ്ദേഹത്തെ അനുമോദിക്കണം, അഭിനന്ദിക്കണം, ആശംസ പറയണം, അത് പ്രോത്സാഹന. വമൻ കാനത് ലഹു മുസീബത്തുൻ അസ്സൈതഹു അൻഹാ. ഒരാൾക്കൊരു മുസീബത്ത് സംഭവിച്ചു, അദ്ദേഹത്തിന്റെ കച്ചവടം നഷ്ടത്തിലായി പോയി,
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കടക്ക് തീപിടിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ബന്ധത്തിൽ ഒരാൾ മരിച്ചു, അല്ലെങ്കിൽ വേറെന്തെങ്കിലും വലിയ രോഗത്തിനടിമപ്പെട്ടു, അള്ളാഹു കാക്കട്ടെ, അങ്ങനെ വലുതും സംഭവിച്ചാൽ നീ അദ്ദേഹത്തിന് കണ്ണോക്ക് കാണാൻ പോകണം. വമൻ അസാബഹു ഹമ്മുൻ ഫതവജ്ജഅ ലഹു ബിഹി. അതേപോലെ ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ, ഒരു വേദനയുണ്ടായാൽ നീ അതിൽ പങ്കുചേരാൻ നോക്കുകയും നീയും ആ വേദന പ്രകടിപ്പിക്കുകയും വേണം. ഇതുപോലെ ആരെങ്കിലും നിന്നോട് സഹായ അഭ്യർത്ഥന നടത്തിയാൽ നീ അദ്ദേഹത്തെ സഹായിക്കണം. സഹായം ചോദിച്ചവനെ നീ സഹായിക്കണം. കഴിവിന്റെ പരമാവധി ജനങ്ങളിലേക്ക് നീ സ്നേഹം പ്രകടിപ്പിക്കണം. നീ കണ്ടാൽ സലാം പറയുന്നവനാകണം. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഇനി ഒരുപാടുണ്ട്, ഞാൻ നിർത്തുകയാണ്. ഒരുപാട് ഉപദേശങ്ങൾ മഹാനായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നൽകുകയുണ്ടായി. ആ ഉപദേശങ്ങളൊക്കെ മഹാന്മാരുടെ ഉപദേശങ്ങൾ ജീവിതത്തിൽ പകർത്തി ജീവിക്കണം എന്ന് മാത്രം ഈ സമയത്ത് ഞാൻ ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനായ ഇമാം അബൂ ഹനീഫ തങ്ങൾ അവസാനം പോകുന്ന സമയത്ത് ഒരല്പം സംഖ്യയും കൊടുത്ത്, അങ്ങനെ ഒരു നല്ല വസ്ത്രം കൊടുത്ത്, നല്ല ഭക്ഷണം കൊടുത്ത് സന്തോഷത്തോടുകൂടെ യാത്രയാക്കുകയാണ് ശിഷ്യനായ അബൂ യൂസുഫ് റളിയല്ലാഹു അൻഹുവിനെ. അതിലിടക്ക് മഹാനവറുകൾ ഒരുപാട് ഉപദേശം നൽകി. 71ാമത്തെ ഉപദേശത്തിൽ കാണാം, വആസിർ അഹ്ലൽ അദിയാൻ, എല്ലാ മതക്കാരുമായും നീ നല്ല സൗഹൃദം പുലർത്തി ജീവിക്കണം. ഹസ്ബ മുആസറതിഹിം ലക, അവർ നിന്നോട് കാണിക്കുന്ന അതേ രൂപത്തിലുള്ള പെരുമാറ്റം നീ അങ്ങോട്ടും പ്രകടിപ്പിക്കണം. അതേ, ഫഇന്നക ഇൻ തമസ്സക്ത ബിവസിയ്യതി ഹാദിഹി, എൻ്റെ ഈ വസിയ്യത്ത് സ്വീകരിച്ച് നീ ജീവിച്ചാൽ, റജൗതു അൻ തസ്ലമ വതഈശ സാലിമൻ ഇൻഷാ അല്ലാഹ്, നീ രക്ഷപ്പെട്ടവനായും സുരക്ഷിതനായും വളരെ നല്ല സന്തോഷകരമായ ജീവിതം നയിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ثم إنه ليحزنني مفارقتك, മോനെ, എന്നിൽ നിന്ന് ഇൽമു പഠിച്ച നീ എന്നെ ഇപ്പോൾ വിട്ടുപിരിയുകയാണല്ലോ, അതെന്നെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നുണ്ട്. മോനെ, നിനക്ക് പെട്ടെന്ന് എന്നെ എൻ്റെ അടുക്കൽ വരാൻ കഴിയൂലല്ലോ, അപ്പോൾ നീ എനിക്ക് കത്തയക്കണേ, കത്തയച്ചുകൊണ്ട് ബന്ധം നിലനിർത്തണേ. നിന്റെ ആവശ്യങ്ങൾ എന്നെ അറിയിക്കണേ. നീ എൻ്റെ മകനെ പോലെയാകണേ, എന്നിൽ നിന്ന് പഠിച്ച നീ എൻ്റെ മകനെ പോലെയാകണേ. നിശ്ചയമായി ഞാൻ നിന്റെ ബാപ്പയെ പോലെയാണ്. സുഹൃത്തുക്കളെ, ഉസ്താദുമാരും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധം അത് വലിയ ബന്ധമാണ്. ബാപ്പയും മക്കളും തമ്മിലുള്ള ബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ്. ആ ബന്ധം എപ്പോഴും മുതഅല്ലിമീങ്ങൾ കീപ്പ് ചെയ്യുകയും അങ്ങനെ ഉസ്താദുമാരുടെ പൊരുത്തത്തോടുകൂടി നല്ലത് പഠിക്കുകയും പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുകയും തഖ്വയോടെ ജീവിക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്ത് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമർ റഹീമിനായ റബ്ബേ, ഞങ്ങളുടെ മജ്ലിസ് നീ പൊരുത്തപ്പെട്ട ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. ഞങ്ങളെ എല്ലാ വാക്കുകളും പ്രവൃത്തികളും നീ പൊരുത്തപ്പെട്ടതാക്കണം റഹ്മാനെ. അൽഹംദുലില്ലാഹ്. ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുന കക്കിടിപ്പുർ ഉസ്താദ് അവറുകളുടെ പേരിൽ നടക്കുന്ന ഈ മഹത്തായ പരിപാടി അർഹമുർ റഹീമിനായ റബ്ബ് അത് ഖബൂൽ ചെയ്യട്ടെ. അതിന് വലിയ പ്രതിഫലം അത് സംഘടിപ്പിക്കുന്നവർക്കും അതുപോലെ അതിന് സഹായിച്ചവർക്കും സഹകരിക്കുന്നവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ഈ മജ്ലിസും നമ്മുടെ ഈ സ്ഥാപനവും എല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. സ്ഥാപനം എന്ന് പറയുന്നത് അതും ഒരു കറാമത്താണ്, അതും ഒരു കറാമത്തിൻ്റെ ഭാഗമാണ്.
മഹാനായ ഇബ്രാഹിം താസി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്ത് വിവരിക്കുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ മഹാനവറുകൾ നിർമ്മിച്ച സ്ഥാപനത്തെ സംബന്ധിച്ച് അത് കറാമത്തായി എണ്ണിയതായി നമുക്ക് കാണാൻ സാധിക്കും. കാരണം അതിലൂടെ ഏറെ ഗുണങ്ങൾ പിൽക്കാലത്ത് സമൂഹത്തിന് ലഭിക്കുകയാണ്. ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. മഹാനായ കക്കിടി ഉസ്താദിൻ്റെ പേര് നമ്മളിവിടെ അവിടുന്ന് ദലായിലുൽ ഖൈറാത്ത് സ്വലാത്ത് അത് പതിവാക്കുകയും ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഇജാസത്ത് നൽകുകയും അങ്ങനെ ഒരുപാട് ആളുകളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ച ഒരു വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ശൈഖുന കക്കിടിപ്പുറം ഉസ്താദ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. മഹാനവറുകളുടെ സമീപത്ത് ഇങ്ങനെ ഒരു സ്ഥാപനം നിർമ്മിച്ച് നടത്താൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നത് തന്നെ അതും മഹാനവറുകളുടെ കറാമത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം താസി റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്ത് പറയുന്ന സ്ഥലത്ത് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ് മഹാനവറുകൾക്ക് നല്ല സ്ഥാപനം നിർമ്മിക്കാൻ കഴിഞ്ഞു എന്നത്. നമ്മൾ അള്ളാഹുവിന് ശുക്റുള്ളവരായി ജീവിക്കണം. ചെറുതിനും വലുതിനും ശുക്റുള്ളവരാകണം. അള്ളാഹു തആല വമൻ യസ്കുറു ഫഇന്നമാ യസ്കുറു ലിനഫ്സിഹി, ആര് ശുക്ർ ചെയ്താൽ ആ ശുക്ർ അത് അവനവൻ്റെ ശരീരത്തിനാണ് അതിൻ്റെ ഗുണം ലഭിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്ത് ജീവിക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ശുക്ർ അല്ല. രാജാക്കന്മാർ ശുക്ർ ചെയ്യേണ്ടത് നല്ല നീതി പുലർത്തി അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് ഗുണങ്ങൾ ചെയ്തുകൊണ്ടാണ്. അമ്മൽ ഉലമാഉ, ആലിമീങ്ങൾ ശുക്ർ ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഇൽമ് എത്തിച്ചു കൊടുത്തുകൊണ്ടാണ്. വൈർസാദിഹിം ലിതാഅത്തില്ലാഹ്, അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നതിലേക്ക് ജനങ്ങളെ നയിച്ചുകൊണ്ടാണ്. എന്നാൽ ബിസിനസ്സുകാർ ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? കച്ചവടക്കാർ ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? വദുൽ അംവാൽ, സാമ്പത്തിക ശേഷിയുള്ളവർ ശുക്ർ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫബിസ്സദഖതി, ധർമ്മം ചെയ്തുകൊണ്ടാണ്. വൽ ഈഥാരി, സ്വന്തം കാര്യത്തേക്കാൾ പാവപ്പെട്ടവരുടെ കാര്യത്തിന് പ്രസക്തി നൽകിയാൽ. വൻ നഫ്ഇ ലിഇബാദില്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ നമ്മൾ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടാണ് ജീവിക്കേണ്ടത്. ഏത് ശുക്ർ ചെയ്യുമ്പോൾ ആ ശുക്റിനെല്ലാം തൗഫീഖ് തന്ന റബ്ബ്, ആ റബ്ബിൻ്റെ തൗഫീഖ് കൊണ്ടാണ് എനിക്ക് സാധിക്കുന്നത്, എൻ്റെ പവർ കൊണ്ടല്ല എന്ന ബോധം നമുക്ക് എപ്പോഴും ഉണ്ടാകണം. ഇദാ കാന ശുക്രി നിഅമത്തുല്ലാഹി നിഅമതൻ അലയ്യാ ലഹു ഫീ മിസ്ലിഹാ യജിബു ശുക്രു. അള്ളാഹുവിന് നന്ദി ചെയ്ത് ജീവിക്കണം. പണക്കാർ നന്നായി ധർമ്മം ചെയ്യണം. ആലിമീങ്ങൾ നന്നായി ഇൽമ് പ്രചരിപ്പിക്കണം. അതുപോലെ അധികാരമുള്ളവർ, സ്വാധീനമുള്ളവർ, അവരെ സ്വാധീനം അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി ഉപയോഗിക്കണം. അതേ സകാത്തൽ ജാഹി വഅലം ബിഅന്നഹാ കമിഥിലി സകാത്തിൽ മാലി തമ്മാനി സാബുഹാ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പാടിയില്ലേ, അതേ നിനക്ക് അല്ലാഹു ഒരു സ്ഥാനം തന്നാൽ ആ സ്ഥാനത്തിൻ്റെ സകാത്ത് കൊടുക്കണം നീ. അഥവാ ആ സ്ഥാനം ഉപയോഗപ്പെടുത്തി നിനക്ക് എന്ത് നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ അവിടെ നീ പൂർണ്ണമായും ഭാഗധേയത്വം നിൻ്റെതുണ്ടാകണം. അത് പണത്തിൻ്റെ സകാത്ത് പോലെയാണ്. അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും ചെയ്യേണ്ട ശുക്റുകളുണ്ട്. ആ ശുക്റുകൾ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതാണ്. ഫകൈഫാ ബുനു ശുക്രി ഇല്ലാ ബിഫളിഹി വഇൻ ത്വാലത്തിൽ അയ്യാമു വതസലൽ ഉമറു. പക്ഷേ ഒരല്പസമയം പ്രസംഗിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ഇൽമു പറയുമ്പോൾ
അല്ലെങ്കിൽ ദർസ് നടത്തുമ്പോൾ, അല്ലെങ്കിൽ മദ്രസയിൽ പഠിപ്പിക്കുമ്പോൾ, അങ്ങനെ ഇൽമിൻ്റെ പ്രചരണത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, അല്ലെങ്കിൽ പണമുള്ളവർ പണം സദഖ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആരോഗ്യമുള്ളവൻ ആരോഗ്യം കൊണ്ടവൻ്റെ സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ, അങ്ങനെ ഏത് കാര്യം ചെയ്യുമ്പോഴും അവൻ്റെ മനസ്സിലുണ്ടാകണം, ഇത് റബ്ബ് തന്ന നിഅമത്താണ്, റബ്ബ് എനിക്ക് തന്ന നിഅമത്താണ്, എൻ്റെ പവറല്ല. അതുകൊണ്ട് ശുക്ർ ചെയ്യാൻ തൗഫീഖ് തന്ന റബ്ബിന് ഇനിയും ശുക്ർ ചെയ്യൽ നിർബന്ധമുണ്ട്. فكيف بلوغ الشكر إلا بفضله وإن طالت الأيام وتأصل الأمور. മരണം വരെ സൽക്കർമ്മം ചെയ്താൽ ആ സൽക്കർമ്മം ചെയ്യാനുള്ള മനസ്സും അതിൻ്റെ ആരോഗ്യവും അതിൻ്റെ കഴിവും അതിൻ്റെ ചിന്തയും അതിൻ്റെ തൗഫീഖും തന്നവൻ റബ്ബാണല്ലോ. അതിന് വേറെ ശുക്ർ ചെയ്യേണ്ടതുണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ പടച്ചവൻ്റെ ഔദാര്യമാണ് നമ്മുടെ ശുക്റും. അതും നമ്മളെ വകയിലല്ല, നമ്മുടേതല്ല. ഇദാ മസ്സ ബിസ്സറായി അമ്മാ സുറൂറുഹാ വഇൻ മസ്സ ബിദ്ദറായി അഖബഹുൽ അജ്റു. റബ്ബ് സന്തോഷം തന്നാൽ നമുക്ക് സന്തോഷം ലഭിക്കും. അല്ലാഹു തആല നമുക്ക് പ്രയാസം തന്നാൽ പ്രയാസം ലഭിക്കും. പക്ഷേ സന്തോഷം ലഭിക്കുമ്പോൾ അതിന് ശുക്ർ ചെയ്യുമ്പോൾ പടച്ച റബ്ബിൽ നിന്ന് പ്രതിഫലം ലഭിക്കും. പ്രയാസമുണ്ടാകുമ്പോൾ ക്ഷമിച്ചു നിന്നാൽ അതിന് പടച്ച റബ്ബ് പ്രതിഫലം തരും. വമാ മിൻഹു മാ ഇല്ലാ ലഹു ഫീഹി നിഅമത്തുൻ തദീഖു ബിഹൽ ഔഹാമു വൽ ബർറു വൽ ബഹ്റു. അതുകൊണ്ട് എല്ലാം റബ്ബ് തന്ന നിഅമത്താണ്. ആ റബ്ബിനെ പ്രിയം വെച്ച് ജീവിക്കണം, ആ റബ്ബിനെ അനുസരിച്ച് ജീവിക്കണം, ആ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കണം, ആ റബ്ബിന് വിധേയപ്പെട്ട് ജീവിക്കണം. ആ റബ്ബിൻ്റെ അനുഗ്രഹം പലതും കിട്ടിയ നമുക്ക് അവസാനം ആഖിബത്ത് നന്നായി മരിക്കാനുള്ള അനുഗ്രഹം ലഭിക്കണം. നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ സാധിക്കണം. അതിന് റബ്ബേ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെന്ത് തെറ്റുകൾ വന്നു പോയോ അത് മുഴുവനും നീ മാപ്പാക്കണം റഹ്മാനേ. ഇമാം ഇബ്രാഹിം താസീർ റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തുകൾ പറയുന്ന സ്ഥലത്ത് ഈ ശുക്റിനെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ എഴുതാണ്, വമിൻ അഅ്ളമി ദലായിലി അലാ വിലായതിഹിൽ ബാഹിറ വകറാമതിഹിൽ ളാഹിറ ما أجراه الحق سبحانه على يده من بناء الزاوية البديعة المتعددة الأبواب والمساجد الأنيقة العالية والمرافق المعدة للزوار وأبناء السبيل. فمسجد زاوية نهاية في الفخامة والاحتفال، ومدارس المستمرة الإضاءة الأنيقة الدارة والحمام الذي ما سويد مثله في البلاد. നല്ല നല്ല സൗകര്യങ്ങളുള്ള മദ്രസകൾ, അതേ നല്ല സൗകര്യമുള്ള പള്ളികൾ, നല്ല സൗകര്യമുള്ള മുസാഫിർ ഖാനകൾ, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ നിർമ്മിക്കാൻ മഹാനായ ഇബ്രാഹിം താസീർ റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു തൗഫീഖ് ചെയ്തതും അവിടുത്തെ ഒരു കറാമത്താണെന്ന് ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ഇവിടെ കിടക്കുന്ന മഹാനായ ശൈഖുൽ മർഹൂം അബൂബക്കർ ഉസ്താദ് അവറുകൾ അവരുടെ കറാമത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഈ സ്ഥാപനവും ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതിയും. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇനിയും ധാരാളം പുരോഗതിക്ക് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളെല്ലാ മജ്ലിസുകളും ഈ മജ്ലിസും നീ പൊരുത്തപ്പെട്ട മജ്ലിസായി കബൂൽ ചെയ്യണം റഹ്മാനെ. ഞാൻ നേരത്തെ മഗ്രിബിന് മുമ്പ് തന്നെ ഇവിടെ എത്തിയിരുന്നു. വന്നപ്പോൾ മഹാനവറുകളുടെ സമീപത്ത് പോയി ചെറിയ സിയാറത്ത് ചെയ്തു. മഗ്രിബിൻ്റെ സമയമായതുകൊണ്ട് സിയാറത്ത് ചെയ്തു. അൽഹംദുലില്ലാഹ്, നിങ്ങളൊക്കെ എല്ലാ ദുആയിലും ഈ പാവപ്പെട്ട എന്നെയും ഉൾപ്പെടുത്തണം എന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.